നമസ്കാരം, ഞാൻ പ്രദീപ് മുഖത്തല. നല്ലൊരു റിവിഷൻ ക്ലാസ്സുമായിട്ട് നമുക്കിന്ന് തുടങ്ങാം. പരീക്ഷയ്ക്ക് അടുത്ത് തുടങ്ങിയല്ലേ? എക്സൈസ്, സെക്രട്ടേറിയറ്റ് OA പരീക്ഷ നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. അപ്പോൾ ആത്മാർത്ഥമായിട്ട് പഠിക്കുന്ന കുറേ പേരുണ്ട്. അവരോടൊക്കെ എല്ലാവിധ ആശംസകളും. കാരണം ഒരു ദിവസവും മനസ്സ് വിഷമിക്കാതെ മുന്നോട്ട് പോവുക. എന്തെങ്കിലുമൊക്കെ കയറി വരും. ഒന്നുകിൽ ഉത്സവങ്ങളായിട്ട് വരും, ആഘോഷങ്ങളായിട്ട് വരും, വീട്ടിലെ പ്രശ്നങ്ങളായിട്ട് വരും, അസുഖങ്ങളായിട്ട് വരും. ഒന്നിലും വീണ് പോകരുത്. കാരണം നിങ്ങളുടെ മുമ്പിൽ വരുന്നത് പരീക്ഷയെ കുറച്ച് പേർക്ക് കിട്ടുമെന്ന് അറിയാലോ. അതുകൊണ്ട് ആദ്യമേ നിങ്ങൾ ഓരോരോ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടില്ലേ, OA നിർത്തലാക്കുന്നു എന്ന് പറയുന്നു, ടൈപ്പിസ്റ്റ്, ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഓരോ വിഷമങ്ങളാണ്. ഇനി എപ്പോ എന്നാലും നിങ്ങളുടെ ആഗ്രഹങ്ങളില്ലേ, വലിയ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കണ്ടേ? അപ്പൊ നിങ്ങൾക്കറിയാം, ഇപ്പം 1000 പേര് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് പേര് എഴുതുമ്പോൾ 500 പേരായിരിക്കും ലിസ്റ്റിൽ വരുന്നത്. അങ്ങനെയൊക്കെ മുൻകൂട്ടി കണ്ടു വേണം മനസ്സിൽ ഇറങ്ങിത്തിരിക്കാൻ. അല്ലാതെ ഞാൻ വരുമോ, എനിക്ക് കിട്ടുമോ, എല്ലാവരും പഠിക്കുന്നുണ്ടല്ലോ, നല്ല രീതി പഠിക്കുന്നവർക്ക് കിട്ടും, അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്ന അവിടെ ഇരിക്കത്തേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താ? അല്ലാതെ 100 അല്ലെങ്കിൽ പണ്ട് പഠിച്ച റാങ്ക് മേടിച്ചവർക്കോ ഡിസ്റ്റിങ്ഷൻ മേടിച്ചവർക്കോ full A+ മേടിച്ചവർക്കോ അങ്ങനെയുള്ളവർക്കൊന്നും അല്ല. നമ്മൾ ഒരു പരീക്ഷ വിളിച്ച് അത് ആത്മാർത്ഥമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാം കവർ ചെയ്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ റിവിഷൻ നടത്തി മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് സ്കൂൾ ടെസ്റ്റുകൾ കവർ ചെയ്ത് നല്ല ആത്മവിശ്വാസത്തോടെ മുന്നേറുന്നവർ തീർച്ചയായിട്ടും വരും. അല്ലാതെ 100 അല്ലല്ലോ. ചിലപ്പോൾ 65 കട്ട് ഓഫ് വന്നാൽ നമ്മൾക്ക് ഒരു 70-75 അല്ലെങ്കിൽ മാർക്ക് ലഭിച്ച് തീർച്ചയായിട്ടും ജോലിയിൽ കയറത്തക്ക രീതിയിലാണ്. അതുകൊണ്ട് അങ്ങനെ ചിന്തിച്ചാൽ മതി. നിങ്ങൾ ചെയ്യേണ്ടത് പ്രാക്ടീസ് ചെയ്യുക, മാക്സിമം പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ റിവിഷൻ നടത്തുമ്പം കിട്ടുന്നുണ്ട്, കുറെ ഭാഗങ്ങളെല്ലാം കവർ ചെയ്യുന്നു, അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങളെല്ലാം പഠിക്കുന്നുണ്ട്, കറക്റ്റ് ടോപ്പിക് അനുസരിച്ച് പോകുന്നുണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം കവർ ചെയ്യുന്നുണ്ട്. ഓരോ ദിവസവും ഉറങ്ങാൻ നേരത്ത് ഇന്ന് ഞാൻ എല്ലാ ഭാഗത്തിന്റെ ഇത്ര തീർന്നിട്ടുണ്ട്. ഒരു ബുക്കിൽ ഇൻഡെക്സ് എഴുതി പോകണം കേട്ടോ. ഞാൻ ഇന്ന ഡേറ്റിൽ ഇന്നത് തീർന്നു, ഇന്ന ദിവസം വീണ്ടും റിവിഷൻ വരും. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഓർഡറിൽ പോകുന്നത്. അതുപോലെ കറണ്ട് അഫേഴ്സ് നല്ലോണം കൊണ്ടുപോകണേ. ഡിസംബറിലെ കറണ്ട് അഫേഴ്സ് ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്. നവംബർ അങ്ങോട്ട് ബാഗിന്ന് ചിന്തിച്ചു പോകണം. അതായത് 2024 എടുക്കുകയാണെങ്കിൽ ഡിസംബർ പഠിച്ചു, നവംബർ പഠിച്ചു, ഒക്ടോബർ പഠിച്ചു, പിന്നെ ഒന്നും കൂടെ റിവിഷൻ വന്നു. അങ്ങനെ സെറ്റ് ആവണം. എന്നിട്ട് ഇങ്ങോട്ടുള്ള ജനുവരി, ഫെബ്രുവരി, മാർച്ച്, പിന്നെ ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ള നമ്മുടെ ഓസ്കാർ അവാർഡ് അല്ലെങ്കിൽ ഒളിമ്പിക്സ്, ദേശീയ അവാർഡ്, നോബൽ സമ്മാനങ്ങൾ, സന്തോഷ് ട്രോഫി അല്ലെങ്കിൽ ചാമ്പ്യൻസ് ട്രോഫി അല്ലെങ്കിൽ നമ്മുടെ രഞ്ജി ട്രോഫി, ഇങ്ങനെയുള്ള ഭാഗങ്ങളെല്ലാം കവർ ചെയ്യണം. സുനിത വില്യംസിന്റെ കാര്യങ്ങൾ അതെല്ലാം ഒന്ന് കവർ ചെയ്ത് വരുമ്പോഴാണ് പെർഫെക്റ്റ് ആവുന്നത് കേട്ടോ. ചിലപ്പോൾ നമ്മൾ ഇനി എത്ര എന്ന് പറഞ്ഞാൽ ഏതൊക്കെയോ വായിച്ചു എന്ന് പറയുന്നതിൽ കാര്യമില്ല. അതുകൊണ്ടാണ് ഓരോരുത്തരോട് പറയുകയാണ്, ഇറങ്ങിത്തിരിക്കുമ്പോൾ എല്ലാ മേഖലയും ഒന്ന് റിവിഷൻ നടത്തുക. വേറെ ഒരു ടെൻഷൻ അടിക്കാതെ പഠിക്കുക. കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്ന രീതിയിൽ പോവുക. പക്ഷെ പരീക്ഷയുടെ അവസാന ദിവസവും നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന എല്ലാം ചെയ്യണം. ചിലപ്പോൾ നിങ്ങൾക്ക് ആഘോഷങ്ങളൊക്കെ ഇച്ചിരി കുറയ്ക്കേണ്ടി വരും. അടുത്ത വർഷം ആഘോഷിച്ചൂടെ? ലിസ്റ്റിൽ ഒന്ന് സേഫ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷത്തോടെ, എത്രയോ ഗവൺമെന്റ് ജോലിക്കാർ കണ്ട സന്തോഷത്തോടെ ഓരോ ആഘോഷങ്ങൾ നടത്തുന്നു, വീട്ടിൽ മക്കളുടെ ബർത്ത്ഡേ നടത്തുന്നു. ഈ അടുത്ത കാലത്ത് ഗവൺമെന്റ് ജോലിക്കാരൊക്കെ എന്ത് നല്ല രീതിയിലാണ് ഓരോ എന്നാ ചോദിക്കും, മറ്റൊരു നടത്തുന്നില്ലയോ എന്ന്. അങ്ങനെയല്ല, എന്നാലും നമുക്കൊരു സേഫ് സോണിൽ എത്തി ഇനി ടെൻഷൻ ഇല്ലാതെ അവർ മുന്നോട്ട് പോകുന്നുണ്ട്. അതേപോലെ നിങ്ങൾക്ക് അല്ലെങ്കിൽ എത്ര നാളെ ടെൻഷൻ. അതുകൊണ്ട് ഞാൻ ഇനി പറഞ്ഞു വാരി വലിച്ചു പോകുന്നില്ല. നമുക്ക് നല്ലൊരു റിവിഷൻ ക്ലാസ്സുമായിട്ട് വരാം. ഇന്ന് ഞാൻ ഒരു 10-20 കൺഫ്യൂസിംഗ് ഫാക്ട്സ് കൊണ്ടുവന്ന്, എന്നാലും കൺഫ്യൂസിംഗ് ഫാക്ട്സിനൊക്കെ ഇമ്പോർട്ടൻറ്റ് റിവിഷൻ കേൾക്കുക എന്നുള്ളതാണ്. നമുക്ക് നോക്കാം, ഓരോ ചോദ്യങ്ങളിലേക്ക് പോകാം. നല്ല കുറെ ക്വസ്റ്റ്യനുകളുമായിട്ടാണ് ഇന്ന് വന്നത്. ഒന്നാമത്തെ മനുഷ്യ ശരീരത്തിലെ ജൈവ ഘടികാരം അഥവാ ബയോളജിക്കൽ ക്ലോക്ക് എന്ന് വിളിക്കുന്നത് എന്തിനെയാണ്? ജൈവ ഘടികാരം അഥവാ ബയോളജിക്കൽ ക്ലോക്ക് എന്ന് വിളിക്കുന്നത് എന്തിനെ? പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. പൈനിയൽ ഗ്രന്ഥി കേട്ടോ. പൈനിയൽ ഗ്രന്ഥി മനുഷ്യ ശരീരത്തിലെ ജൈവ ഘടികാരം അഥവാ ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏതാണ്? പൈനിയൽ ഗ്രന്ഥി. കേട്ടിട്ടുണ്ടോ പൈനിയൽ ഗ്രന്ഥിയെ കുറിച്ച്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ ഗ്രന്ഥി ഏതാ? പൈനിയൽ ഗ്രന്ഥിയാണ്. പീനിയൽ ഗ്രന്ഥി എന്നും പറയാറുണ്ട് കേട്ടോ. പൈനിയൽ ഗ്രന്ഥിയാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ ഗ്രന്ഥി. അപ്പൊ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരള. അപ്പൊ ഏറ്റവും വലിയ ഗ്രന്ഥി കരൾ. പക്ഷെ നിങ്ങളോട് ചോദിക്കും, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏതെന്ന്? തൈറോയിഡ് ഗ്രന്ഥിയാണ്. അപ്പൊ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതെന്ന് ചോദിച്ചാൽ കരള്, ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏതെന്ന് ചോദിച്ചാൽ തൈറോയിഡ് ഗ്രന്ഥി, ഏറ്റവും ചെറിയ ഗ്രന്ഥി അന്തസ്രാവിക ഗ്രന്ഥി എന്നൊക്കെ ചോദിച്ചാലും പൈനിയൽ ഗ്രന്ഥിയാണ് പറയേണ്ടത്. എവിടെയാ പൈനിയൽ ഗ്രന്ഥി പഠിച്ചിട്ടുള്ളത്? കഴിഞ്ഞ LDC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടില്ലേ? നമ്മുടെ നിത്യജീവിതത്തിലെ താളക്രമം പരിപാലിക്കുന്ന ഗ്രന്ഥി ഏത്? രാവിലെ എഴുന്നേൽക്കുന്നു, കാര്യങ്ങളൊക്കെ നടത്തുന്നു, ഉച്ചയ്ക്കുള്ള കാര്യങ്ങൾ, വൈകിട്ട് രാത്രി ഉറങ്ങുന്നു, അങ്ങനെ നിത്യജീവിതത്തിലെ താളക്രമം പാലിക്കാൻ സഹായിക്കുന്ന ഗ്രന്ഥി ഏതാ? പൈനിയൽ ഗ്രന്ഥി. മറന്നുപോരുത്. പൈനിയൽ ഗ്രന്ഥിക്ക് 2 ഹോർമോൺ ഉണ്ട്. വെരി ഇമ്പോർട്ടന്റ്. പൈനിയൽ ഗ്രന്ഥിയുടെ ഉൽപ്പാദിപ്പിക്കുന്ന 2 ഹോർമോൺ ഏതൊക്കെയാണെന്നറിയാമോ? മെലാറ്റോണിൻ, സെറാട്ടോണിൻ. പൈനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന 2 ഹോർമോൺ ഏതൊക്കെയാണ്? മെലാറ്റോണിൻ, സെറാട്ടോണിൻ.
അപ്പൊ എന്താ അത് ചോദ്യം? കഴിഞ്ഞ LDCക്കും വന്നു. എന്താ ചോദ്യം? നമ്മുടെ ഉറങ്ങാൻ സഹായിക്കുന്ന ഹോർമോൺ മെലാട്ടോണിൻ ആണ്. നമ്മളെ ഉറങ്ങാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? മെലാട്ടോണിൻ ആണ് ഉറങ്ങാൻ സഹായിക്കുന്ന ഹോർമോൺ. അപ്പം സെറാട്ടോണിൻ എന്താണോ? മനുഷ്യന്റെ വികാരാവസ്ഥകളിലെ അതിനെ നിയന്ത്രിക്കുന്ന ഹോർമോൺ. വികാരാവസ്ഥയെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ്? സെറാട്ടോണിൻ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് പൈനിയൽ ഗ്രന്ഥിയെ കുറിച്ചാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ ഗ്രന്ഥിയാണ് പൈനിയൽ ഗ്രന്ഥി. നിത്യജീവിതത്തിലെ താളക്രമം പരിപാലിക്കുന്ന ഗ്രന്ഥി ഏതാണ്? പൈനിയൽ ഗ്രന്ഥി. പൈനിയൽ ഗ്രന്ഥി ഉത്പാദിപ്പിക്കുന്ന രണ്ട് ഹോർമോൺ ഏതൊക്കെയാണ്? മെലാട്ടോണിനും സെറാട്ടോണിനും. മെലാട്ടോണിന്റെ പ്രത്യേകത എന്താ? ഉറങ്ങാൻ സഹായിക്കുന്ന ഹോർമോൺ മെലാട്ടോണിൻ. സെറാട്ടോണിന്റെ പ്രത്യേകത എന്താ? മനുഷ്യന്റെ വികാരങ്ങളെ നിയന്ത്രിക്കുന്ന, വികാരാവസ്ഥയെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാ? സെറാട്ടോണിൻ എന്ന് പറയുന്നത്. ഈ മെലാട്ടോണിന് വേറൊരു പ്രത്യേകതയുണ്ട്. ഈ കൃത്രിമ പ്രജനന കാലഘട്ടമുള്ള ജീവികളിലെ അവരുടെ ലൈംഗിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഹോർമോണും മെലാട്ടോണിന്. കൃത്രിമ പ്രജനന കാലഘട്ടമുള്ള ജീവികളുടെ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ്? അതും മെലാട്ടോണിന്. അപ്പോൾ പൈനിയൽ ഗ്രന്ഥിയെ കുറിച്ച് ഏകദേശം കിട്ടി. എന്താ വിശേഷണം? മനുഷ്യ ശരീരത്തിന്റെ ജൈവ ഘടികാരം അഥവാ ബയോളജിക്കൽ ക്ലോക്ക് എന്ന് വിളിക്കുന്നത് ഏതാ? പൈനിയൽ ഗ്രന്ഥി. ഏറ്റവും ചെറിയ ഗ്രന്ഥി ഏതാ? പൈനിയൽ ഗ്രന്ഥി. ഏറ്റവും വലുത് ഏതാ? കരൾ. ഏറ്റവും വലിയ കരളാണ്. കരൾ മനുഷ്യ ശരീരത്തിലെ രാസപരീക്ഷണശാല എന്ന് വിളിക്കുന്നത് കരളല്ലേ? കരളിനെ കുറിച്ചുള്ള പഠനം ഏതാ? കരളിനെ കുറിച്ചുള്ള പഠനം ഹെപ്പറ്റോളജി. ഹെപ്പറ്റോളജി അല്ലെ? ഹെർപ്പറ്റോളജി എന്ന് പറയരുത്, ഹെപ്പറ്റോളജി. ഹെർപ്പറ്റോളജി എന്ന് പറഞ്ഞാൽ ഉരകങ്ങളെ കുറിച്ചുള്ള പഠനമാണ്. ഹെപ്പറ്റോളജി കരള്, ഹെർപ്പറ്റോളജി എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? ഉരകങ്ങളെ കുറിച്ചുള്ള പഠനമാണ് ഹെർപ്പറ്റോളജി എന്ന് പറയുന്നത്. മനുഷ്യ ശരീരത്തില് കരളിനാണ് ഏറ്റവും കൂടുതൽ ഭാരം. 1500 ഗ്രാം. കരളിന്റെ ഭാരം എത്രയാണ്? 1500 ഗ്രാം ആണ്. ഏറ്റവും ഭാരം കൂടുതൽ ആർക്കാണ്? കരളിനാണ്. 1500 ഗ്രാം. അപ്പൊ മസ്തിഷ്കത്തിന് 1400 ഗ്രാമേ ഉള്ളടേ. മസ്തിഷ്കത്തിന്റെ ഭാരം എത്രയാണ്? 1400 ഗ്രാം. കരളിന് എത്രയാണ്? 1500 ഗ്രാം ആണ് കരളിന്റെ ഭാരം എത്ര എന്ന് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ വിശേഷണം എഴുതി. ജൈവ ഘടികാരം എന്ന് വിളിക്കുന്നത് എന്തിനെയാണ്? ജൈവ ഘടികാരം എന്ന് വിളിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ പൈനിയൽ ഗ്രന്ഥിയാണ്. നായക ഗ്രന്ഥി എന്ന് വിളിക്കുന്നതാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി അഥവാ പീയൂഷ ഗ്രന്ഥി എന്ന് കേട്ടിട്ടില്ലേ? നായക ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് ഏതാണ്? പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ് നായക ഗ്രന്ഥി എന്ന് വിളിക്കുന്നത്. ആദം സാപ്പിൾ എന്നറിയപ്പെടുന്നത് തൈറോയിഡ് ഗ്രന്ഥിയാണ്. ആദം സാപ്പിൾ ഏതാണ്? തൈറോയിഡ് ഗ്രന്ഥി. അതായത് ചിത്രശലഭത്തിന്റെ ആകൃതിയിലുള്ള ഗ്രന്ഥി ഏതെന്ന് ചോദിച്ചിട്ടില്ലേ? ചിത്രശലഭത്തിന്റെ ആകൃതിയിലുള്ള ഗ്രന്ഥി ഏതെന്ന് ചോദിച്ചാലും ആദം സാപ്പിൾ എന്നറിയപ്പെടുന്നതും തൈറോയിഡ് ഗ്രന്ഥിയാണ്. മധുര ഗ്രന്ഥി, സ്വീറ്റ് ഗ്ലാൻഡ് അല്ലെ? മധുര ഗ്രന്ഥി എന്ന് വിളിക്കുന്നത് പാൻക്രിയാസിനെയാണ്. മധുര ഗ്രന്ഥി എന്ന് വിളിക്കുന്നത് എന്തിനാണ്? പാൻക്രിയാസ്. യുവത്വ ഗ്രന്ഥി എന്ന് വിളിക്കുന്നത് തൈമസ് ഗ്രന്ഥിയാണ്. തൈമസ്, യുവത്വ ഗ്രന്ഥി. ഇവരെല്ലാം ഹോർമോണുകൾ ഉത്പാദിപ്പിക്കുന്നുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ യുവത്വ ഗ്രന്ഥി എന്ന് വിളിക്കുന്നത് ഏതാണ്? തൈമസ് ഗ്രന്ഥി. അപ്പൊ ഗ്രന്ഥികളുടെ വിശേഷണങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. ഒന്നുകൂടെ പറയട്ടെ. മനുഷ്യ ശരീരത്തിലെ ജൈവ ഘടികാരം അഥവാ ബയോളജിക്കൽ ക്ലോക്ക് പൈനിയൽ ഗ്രന്ഥി. ആദം സാപ്പിൾ അഥവാ ചിത്രശലഭത്തിന്റെ ആകൃതിയിൽ അറിയപ്പെടുന്നത് തൈറോയിഡ് ഗ്രന്ഥി. നായക ഗ്രന്ഥി പിറ്റ്യൂട്ടറി ഗ്രന്ഥി. മധുര ഗ്രന്ഥി പാൻക്രിയാസ്. മധുരം ഓർത്തു വെച്ചിരുന്നാൽ മതി. ഡയബറ്റിക് ഒക്കെ ഇൻസുലിനും ഗ്ലൂക്കഗോണും ഒക്കെ വരുന്നത് ഈ പാൻക്രിയാസിലല്ലേ? മധുര ഗ്രന്ഥി പാൻക്രിയാസ്. യുവത്വ ഗ്രന്ഥി ഏതാണ്? തൈമസ് ഗ്രന്ഥിയാണ് യുവത്വ ഗ്രന്ഥി. അപ്പൊ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? ഏറ്റവും വലിയ ഗ്രന്ഥി കരൾ. ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏതാണ്? തൈറോയിഡ് ഗ്രന്ഥിയാണ്. അതിനെ കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ പറഞ്ഞുതരാം. തൈറോയിഡ് ഗ്രന്ഥി. അപ്പൊ ഇത് ഇത്രയും മനസ്സിലായില്ലേ? വിശേഷണങ്ങൾ മനസ്സിലായില്ലേ? അടുത്ത രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നോക്കേ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരളാണെന്ന് നമ്മൾ പഠിച്ചു അല്ലെ? ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? കരളാണെന്ന് പഠിച്ചു. കരളിനെ കുറിച്ച് ഞാൻ നേരത്തെ ഏതാണ്ടൊക്കെ പറഞ്ഞു തന്നായിരുന്നു, അതൊന്ന് പറഞ്ഞേടെ. ഒന്ന്, കരളിനെ കുറിച്ചുള്ള പഠനം ഹെപ്പറ്റോളജി. കരളിന്റെ ഭാരം എത്ര? 1500 ഗ്രാം. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസം ഏത്? പിത്തരസം. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസം ഏതാണ്? പിത്തരസം. കരളിൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാസ്മ പ്രോട്ടീന്റെ പേരേത്? കരൾ നിർമ്മിക്കുന്ന പ്ലാസ്മ പ്രോട്ടീന്റെ പേരെന്ത്? ഫൈബ്രിനോജൻ. തെറ്റിപ്പോരെ. കരൾ നിർമ്മിക്കുന്ന പ്ലാസ്മ പ്രോട്ടീന്റെ പേരെന്താണ്? ഫൈബ്രിനോജൻ. ഓർത്തു വെച്ചിരിക്കുക. കരൾ പുറപ്പെടുവിക്കുന്ന വിഷപദാർത്ഥം ഏത്? അമോണിയ. കരൾ പുറപ്പെടുവിക്കുന്ന വിഷപദാർത്ഥം ഏതാണ്? അമോണിയ. കരളിൽ ഉണ്ടാകുന്ന രണ്ട് രോഗങ്ങളുടെ പേരുകൾ പറയുക. ഹെപ്പറ്റൈറ്റിസും സിറോസിസും അല്ലെ? ഹെപ്പറ്റൈറ്റിസും സിറോസിസും. ഏറ്റവും മാരകമായ ഹെപ്പറ്റൈറ്റിസ് ഏതാണ്? എ ആണോ ബി ആണോ? ഏറ്റവും മാരക ഹെപ്പറ്റൈറ്റിസ് ബി. ഹെപ്പറ്റൈറ്റിസ് ബി ആണ് ഏറ്റവും മാരക ഹെപ്പറ്റൈറ്റിസ്. എന്തൊക്കെയാ കരളിന്റെ വിശേഷണം? മനുഷ്യ ശരീരത്തിലെ രാസപരീക്ഷണശാല, ഏറ്റവും വലിയ ആന്തരിക അവയവം. കണ്ടോ?
അവിടെ തെറ്റിപ്പോരുത്. ഏറ്റവും വലിയ അവയവം ഏതാ? ത്വക്ക്. ഏറ്റവും വലിയ അവയവം ത്വക്ക്. ഏറ്റവും വലിയ ആന്തരിക അവയവം ഏതാണ്? കരളാണ്. ഏറ്റവും വലിയ ഗ്രന്ഥി ഏത്? കരളാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ അവയവം കരള് തന്നെ. ഏറ്റവും വലിയ അവയവം ത്വക്ക്. ഏറ്റവും വലിയ രണ്ടാമത്തെ അവയവം ഏതാണ്? കരള്. ഏറ്റവും വലിയ ആന്തരിക അവയവം ഏതാണ്? കരള്. ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? കരള്. പുനരുജ്ജീവന ശേഷിയുള്ള ഏക അവയവം, പുനരുജ്ജീവന ശേഷിയുള്ള ഏക അവയവം ഏതെന്ന് ചോദിച്ചാൽ കരള്. ഏറ്റവും കൂടുതൽ താപം ഉൽപ്പാദിപ്പിക്കുന്ന അവയവവും കരളാണ്. ഏറ്റവും കൂടുതൽ താപം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏതാണ്? കരളാണ്. ഏറ്റവും കൂടുതൽ രാസാഗ്നികൾ ഉൽപ്പാദിപ്പിക്കുന്ന അവയവവും കരളാണ്. താപം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നു, രാസാഗ്നികൾ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ രക്തത്തിൽ അധികമുള്ള ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി സംഭരിച്ചു നിർത്തുന്ന അവയവം, ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി സംഭരിച്ചു നിർത്തുന്ന അവയവം ഏതാണ്? കരളാണ്. ഓർത്തു വെക്കുക. മദ്യം ബാധിക്കുന്ന ശരീരാവയവം ഏതാണ്? മദ്യം ബാധിക്കുന്ന ശരീരാവയവം ഏതെന്ന് ചോദിച്ചാൽ നമ്മുടെ അവയവം, ശരീരാവയവം മദ്യം ബാധിക്കുന്ന മസ്തിഷ്കത്തിലെ അവയവം സെറിബെല്ലമാണ്. മദ്യം ബാധിക്കുന്നത് നമ്മുടെ കരളിനെയാണ് നമ്മൾ വെച്ചുകൊടുത്തത്. ഓർത്തുവെക്കുക. ഏറ്റവും ഭാരം കൂടിയ കരളുള്ള ജീവി പന്നിയാണ് കേട്ടോ. ഏറ്റവും ഭാരം കൂടിയ കരളുള്ള ജീവി ഏതാണ്? പന്നിയാണ്. നല്ലൊരു ക്വസ്റ്റ്യൻ പറയട്ടെ. കരളിന് ആവശ്യമായ വിറ്റാമിൻ കെ ആണ്. കരളിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായ വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ കെ. നിങ്ങളുടെ മനസ്സിൽ വിറ്റാമിൻ എ വന്ന് കാണും അല്ലെ? അത് കരൾ സംഭരിക്കുന്ന വിറ്റാമിൻ. തെറ്റിപ്പോരുത്. അപ്പൊ കരളിന് ആവശ്യമായ വിറ്റാമിൻ ഏതാണ്? കരളിന് ആവശ്യമായ വിറ്റാമിൻ എ. കരളിൽ സംഭരിക്കുന്ന വിറ്റാമിൻ ഏതാണ്? കരളിൽ സംഭരിക്കുന്ന വിറ്റാമിൻ എ ആണ്. ഓർത്തു വെക്കണേ. അപ്പൊ കരളിന്റെ പ്രവർത്തനങ്ങൾക്ക് കെയും കരളിൽ സംഭരിക്കുന്നത് എയുമാണ്. ഓർത്തു വെക്കാൻ. അപ്പൊ ഒന്നും കൂടെ പറയട്ടെ. കരളിനെ കുറിച്ചുള്ള പഠനം, ഹെപ്പറ്റോളജി, കുറച്ച് പഠന ശാഖകൾ പറയട്ടെ. ഇതൊക്കെ തീരുവെന്തോ അല്ലേ ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയാ. കുറച്ച് കരള്, ഹെപ്പറ്റോളജി. ഹൃദയത്തെ കുറിച്ചുള്ള പഠനം പറഞ്ഞ ഹൃദയം കാർഡിയോളജി അല്ലെ? ഹൃദയം കാർഡിയോളജി. വൃക്ക എന്താ? വൃക്ക നെഫ്രോളജി. വൃക്കയെ കുറിച്ചുള്ള പഠനം നെഫ്രോളജി. രക്തത്തെ കുറിച്ചുള്ള പഠനം പറഞ്ഞ രക്തത്തെ കുറിച്ചുള്ള പഠനം ഹീമറ്റോളജി അഥവാ ഹേമറ്റോളജി. രക്തത്തെ കുറിച്ചുള്ള പഠനം ഏതാണ്? ഹീമറ്റോളജി അഥവാ ഹേമറ്റോളജി. അതുപോലെ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന നല്ലൊരു ചോദ്യം, തലച്ചോറിനെ കുറിച്ചുള്ള പഠനം ഫ്രിനോളജി. തലച്ചോറിനെ കുറിച്ചുള്ള പഠനം ഏതാണ്? ഫ്രിനോളജി. തലയോടിനെ കുറിച്ചുള്ള പഠനം ക്രേനിയോളജി. തലയോടിനെ കുറിച്ചുള്ള പഠനം ഏതാണ്? ക്രാനി അഥവാ ക്രേനിയോളജി. തലച്ചോറ് ഫ്രിനോളജി, തലയോട് ക്രാനിയോളജി. കണ്ണിനെ കുറിച്ചുള്ള പഠനം ഏതാണ്? കണ്ണിനെ കുറിച്ചുള്ള പഠനം ഓഫ്താൽമോളജി. ഓഫ്താൽമോളജി കണ്ണ്. ചെവി അറിയാമോ? ചെവി ഓട്ടോളജി. ഓട്ടോളജി ചെവി. റൈനോളജി മൂക്ക്. റൈനോളജി ഏതാണ്? മൂക്ക്. പല്ലെന്താ? ഒഡന്റോളജി. പല്ല് ഒഡന്റോളജി. അതൊന്നും കൂടെ. ഓഫ്താൽമോളജി കണ്ണ്, ഓട്ടോളജി ചെവി, റൈനോളജി മൂക്ക്, ഒഡന്റോളജി പല്ല്. ഒഡന്റോളജി ഏതായിരുന്നു? പല്ല്. രക്തത്തെ കുറിച്ചുള്ള പഠനം പറഞ്ഞാണ്. രക്തത്തെ കുറിച്ചുള്ള പഠനം ഹീമറ്റോളജി അഥവാ ഹേമറ്റോളജി. ഹീമറ്റോളജി. ഭ്രൂണത്തെ കുറിച്ചുള്ള പഠനം അറിയാമോ നിങ്ങൾക്ക്? ഭ്രൂണം എംബ്രിയോളജി. ഭ്രൂണത്തെ കുറിച്ചുള്ള പഠനം ഏതാണ്? എംബ്രിയോളജി. ശ്വാസകോശത്തെ കുറിച്ചുള്ള പഠനം പൾമിനോളജി. ശ്വാസകോശത്തെ കുറിച്ചുള്ള പഠനം ഏതാണ്? പൾമിനോളജി എന്ന് വിളിക്കുന്നു. ഓർത്തു വെച്ചിരിക്കണേ. എൻഡോക്രൈനോളജി കേട്ടിട്ടുണ്ടോ? ഈ ഹോർമോണുകൾ, ഗ്രന്ഥികൾ, അതിനെ കുറിച്ചുള്ള പഠനമാണ് എൻഡോക്രൈനോളജി എന്ന് വിളിക്കുന്നത്. ഓർത്തു വെച്ചിരിക്കുക. അപ്പൊ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് കരളിനെ കുറിച്ചുള്ള പഠനം ഹെപ്പറ്റോളജി, ഹൃദയത്തെ കുറിച്ചുള്ള പഠനം കാർഡിയോളജി, വൃക്കയെ കുറിച്ചുള്ള പഠനം നെഫ്രോളജി, തലച്ചോറിനെ കുറിച്ചുള്ള പഠനം ഫ്രിനോളജി, തലയോടിനെ കുറിച്ചുള്ള പഠനം ക്രേനിയോളജി, കണ്ണിനെ കുറിച്ചുള്ള പഠനം ഓഫ്താൽമോളജി, മൂക്കിനെ കുറിച്ചുള്ള പഠനം റൈനോളജി, ചെവിയെ കുറിച്ചുള്ള പഠനം ഓർത്തോളജി, പല്ലിനെ കുറിച്ചുള്ള പഠനം ഓട്ടന്റോളജി അല്ലെ? രക്തത്തെ കുറിച്ചുള്ള പഠനം ഹീമറ്റോളജി. രക്തത്തെ. ത്വക്കിനെ കുറിച്ചുള്ള പഠനം പറഞ്ഞില്ലല്ലേ? ത്വക്ക് ഡെർമറ്റോളജി. നമ്മളത് പണ്ടേ കേട്ടിട്ടുണ്ട്. ഡെർമറ്റോളജിസ്റ്റ് അല്ലെ? ഡെർമറ്റോളജി ത്വക്കിനെ കുറിച്ചുള്ള പഠനമാണ്. ഓർത്ത് വെച്ചിരിക്കണേ അതൊക്കെ. അപ്പൊ ആ ഒരു ഭാഗം. രോഗങ്ങളെ കുറിച്ചുള്ള പഠനം അറിയാമോ? രോഗങ്ങളെ പത്തോളജി കേട്ടോ. പത്തോളജിയാണ് രോഗങ്ങളെ കുറിച്ചുള്ള പഠനം. അപ്പൊ നമ്മൾ കരളിനെ കുറിച്ചാണ് പറഞ്ഞത്. കരളിന്റെ ഭാരം തെറ്റരുത്. 1500 ഗ്രാം ആണ് കരളിന്റെ ഭാരം എന്ന് പറയുന്നത്. രാസപരീക്ഷണശാല, ഏറ്റവും വലിയ ആന്തരിക അവയവം, ഏറ്റവും വലിയ ഗ്രന്ഥി, താപം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നു, രാസാഗ്നികൾ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നു, പുനരുജ്ജീവന ശേഷി ഏറ്റവും കൂടുതൽ, രക്തത്തിൽ അധികമുള്ള ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി സംഭരിച്ചു നിർത്തുന്ന അവയവം ഏതെന്ന് ചോദിച്ചാൽ
കരളാണ്. കരളിന്റെ പ്രവർത്തനത്തിന്റെ വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ കെ. കരളിൽ സംഭരിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ എ. ഓക്കെ, സെറ്റ് ആണല്ലോ. അപ്പൊ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരള്. അപ്പൊ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏതാണ്? തൈറോയിഡ് ഗ്രന്ഥി അല്ലെ? തൈറോയിഡ് ഗ്രന്ഥി. തൈറോയിഡ് ഗ്രന്ഥിയെ കുറിച്ച് ഒന്ന് പറഞ്ഞു തരട്ടെ. നല്ലൊരു ക്വസ്റ്റ്യനാണ്. തൈറോയിഡ് ഗ്രന്ഥി ഓർത്തു വെച്ചിരിക്കണേ. ഒന്ന്, രണ്ട് വിശേഷണം ഞാൻ നേരത്തെ പറഞ്ഞു തന്നു അല്ലെ? ആദം സാപ്പിൾ എന്നറിയപ്പെടുന്നത് തൈറോയിഡ് ഗ്രന്ഥി. തൈറോയിഡ് ഗ്രന്ഥിയുടെ ആകൃതി ചിത്രശലഭത്തിന്റെ ആകൃതി. 2 ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. വെരി വെരി ഇമ്പോർട്ടന്റ് കേട്ടോ. തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന 2 ഹോർമോണുകൾ തൈറോക്സിനും കാൽസിട്ടോണിനും. തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന 2 ഹോർമോൺ ഏതൊക്കെയാണ്? തൈറോക്സിനും കാൽസിട്ടോണിനും. എവിടെയൊക്കെയോ കേട്ടിട്ടുണ്ട് അല്ലേ? തൈറോക്സിൻ എന്ന് കേട്ടിട്ടില്ലേ? എന്താ തൈറോക്സിൻ പറയണ്ടേ? നമ്മുടെ ഭ്രൂണാവസ്ഥയില്ലേ, ഭ്രൂണാവസ്ഥ, ശൈശവാവസ്ഥയില് മസ്തിഷ്കത്തിന്റെ വളർച്ച, വികാസം, ഇതിന് എന്ത് വേണം? തൈറോക്സിൻ വേണം. ഭ്രൂണാവസ്ഥയിലും ശൈശവാവസ്ഥയിലും നമ്മുടെ മസ്തിഷ്കത്തിന്റെ വളർച്ചയ്ക്കും വികാസത്തിനും വേണ്ട ഹോർമോൺ ഏതാണ്? തൈറോക്സിൻ. കുട്ടികളിൽ ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്നതും തൈറോക്സിൻ ആണ്. മനുഷ്യന്റെ ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതും തൈറോക്സിൻ എന്ന ഹോർമോൺ ആണ്. അപ്പൊ തൈറോക്സിൻ എന്ന ഹോർമോണിന് എന്തൊക്കെ പ്രത്യേകതയുടെ? ശൈശവാവസ്ഥയിലും ഭ്രൂണാവസ്ഥയിലും മസ്തിഷ്കത്തിന്റെ വളർച്ചയെ സഹായിക്കുന്ന ഹോർമോൺ ഏതാ? ഹോർമോൺ ഏതെന്ന് ചോദിച്ചാൽ തൈറോക്സിൻ. കുട്ടികളിൽ ശരീര വളർച്ചയെ സഹായിക്കുന്ന ഹോർമോൺ, ശരീര വളർച്ച നിയന്ത്രിച്ച് പോകുന്ന ഹോർമോൺ തൈറോക്സിൻ. ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഹോർമോൺ, ഉപാപചയ പ്രവർത്തനങ്ങളുടെ നിയന്ത്രിക്കല്ല, അതിന്റെ നിരക്ക് ഉയർത്തി കൊണ്ടുവരുന്നതും തൈറോക്സിൻ ആണ്. നിങ്ങൾ രോഗം പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ കേട്ടുപഴകിയതാ. തൈറോക്സിന്റെ ഉൽപാദനം കുറയുന്നത് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗം ക്രെട്ടനിസം. തൈറോക്സിന്റെ ഉൽപാദനം കുറയുന്നത് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗം ഏതാണ്? ക്രെട്ടനിസം. തൈറോക്സിന്റെ ഉൽപാദനം കുറയുന്നത് മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗം മിക്സഡിമ. അപ്പൊ തൈറോക്സിന്റെ ഉൽപാദനം കുറയുമ്പോൾ കുട്ടികളിൽ ഉണ്ടാകുന്നത് ഏതാണ്? കുറഞ്ഞാൽ കുട്ടികളിൽ ഉണ്ടാവുന്നത് ക്രെട്ടനിസം, കുറഞ്ഞാൽ മുതിർന്നവരിൽ ഉണ്ടാവുന്നത് മിക്സഡിമ. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ വന്നത് സാറ് തൈറോക്സിന്റെ ഉൽപാദനം കൂടിയാൽ ഏതാ രോഗം? എക്സോതാൽമിക് ഗോയിറ്റർ. തൈറോക്സിന്റെ ഉൽപാദനം കൂടിയാൽ ഉണ്ടാവുന്ന രോഗം ഏതാണ്? എക്സോതാൽമിക് ഗോയിറ്റർ. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ വന്നതാണ് സാറേ ഗോയിറ്റർ ഏത് അസുഖമാണ്? ഗോയിറ്റർ ഇതിൽ തൈറോയിഡ് ഗ്രന്ഥിയില്ലേ? ആണ്. പക്ഷെ അതെങ്ങനെ ചോദിക്കണമെന്ന് അറിയാമോ? അയഡിന്റെ കുറവ് മൂലം നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥി വീങ്ങി വരും. അയഡിന്റെ കുറവ് മൂലം തൈറോയിഡ് ഗ്രന്ഥി വീങ്ങുന്ന അവസ്ഥ എന്ത് വിളിക്കാടെ? ഗോയിറ്റർ എന്ന് വിളിക്കാം കേട്ടോ. അയഡിന്റെ കുറവ് മൂലം തൈറോയിഡ് ഗ്രന്ഥി വീങ്ങുന്നതിനെ വിളിക്കാം ഗോയിറ്റർ. അപ്പം തൈറോക്സിന്റെ ഉൽപാദനം കൂടിയാൽ ഏതാണ്? എക്സോതാൽമിക് ഗോയിറ്റർ. ഗ്രേവ്സ് ഡിസീസ് എന്നൊരു അപരനാമമുണ്ട്, എക്സോതാൽമിക് ഗോയിറ്റർ. പലരും ഗോയിറ്റർ അങ്ങ് എഴുതി വെച്ചിരിക്കും. ഇങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത്, തൈറോക്സിന്റെ ഉൽപാദനം കൂടുമ്പോൾ ഉണ്ടാകുന്ന രോഗം ഏത്? ഗോയിറ്ററും കാണും, എക്സോതാൽമിക് ഗോയിറ്റർ. കൂടുക എന്ന് കേട്ടാ എക്സോതാൽമിക് ഗോയിറ്റർ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഗോയിറ്ററിന് സിമ്പിൾ ക്വസ്റ്റ്യൻ. അയഡിന്റെ കുറവ് മൂലം തൈറോയിഡ് ഗ്രന്ഥി വീങ്ങിയാൽ ഏതാണ്? ഗോയിറ്റർ. ഗോയിറ്ററിന്റെ ഒരു വിശേഷണം പറയട്ടെ. ഗോയിറ്ററിന്റെ തൊണ്ടമുഴ എന്നറിയപ്പെടുന്ന രോഗം ഗോയിറ്ററ. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഒന്നാണ് തൊണ്ടമുള്ളില്ലേ സാറേ? തൊണ്ടമുള്ള്, ഡിഫ്തീരിയ. തൊണ്ടമുള്ള എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? ഡിഫ്തീരിയ. അപ്പൊ തൊണ്ടമുഴ എന്നറിയപ്പെടുന്നത് ഗോയിറ്ററും തൊണ്ടമുള്ള് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഡിഫ്തീരിയ. ഡിഫ്തീരിയ നിർണ്ണയിക്കുന്ന ടെസ്റ്റ് ഏതാണ്? ഡിഫ്തീരിയയുടെ ടെസ്റ്റ് ഏതാണ്? അതാണ് ഷിക്ക് ടെസ്റ്റ്. ഡിഫ്തീരിയ നിർണ്ണയ ടെസ്റ്റ് ഏതാണ്? ഷിക്ക് ടെസ്റ്റ്. വെരി വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ വൈഡൽ ടെസ്റ്റ് ഏതാ? ടൈഫോയിഡ് നിർണ്ണയ ടെസ്റ്റ് വൈഡൽ ടെസ്റ്റ്, ഡിഫ്തീരിയ നിർണ്ണയ ടെസ്റ്റ് ഷിക്ക് ടെസ്റ്റ് കേട്ടോ. ഇനി നിങ്ങൾക്ക് എപ്പോഴും തെറ്റിപ്പോകുന്ന ഒരെണ്ണം പറയട്ടെ. നിശാന്തത, വർണ്ണാന്തത, ഇവയെ നിർണ്ണയിക്കുന്ന ടെസ്റ്റ് പറയട്ടെ. നിശാന്തത, വർണ്ണാന്തത. നിശാന്തത നിർണ്ണയിക്കുന്ന ടെസ്റ്റ് ഏതെന്ന് ചോദിച്ചാൽ റോസ് ബംഗാൾ ടെസ്റ്റ്. നിശാന്തത നിർണ്ണയിക്കുന്ന ടെസ്റ്റ് ഏതാണ്? റോസ് ബംഗാൾ ടെസ്റ്റ്. വർണ്ണാന്തത നിർണ്ണയിക്കുന്ന ടെസ്റ്റ് ഇഷിഹാര ടെസ്റ്റ്. അപ്പൊ നിശാന്തതയുടെ ടെസ്റ്റ് ഏതാണ്? നിശാന്തതയുടേത് റോസ് ബംഗാൾ ടെസ്റ്റ്. വർണ്ണാന്തതയുടെ ഏതാണ്? ഇഷിഹാര ടെസ്റ്റ് ആണ് വർണ്ണാന്തതയുടെ ടെസ്റ്റ്. വർണ്ണാന്തതയുടെ മറ്റൊരു പേര് പറഞ്ഞേ, ഡാൾട്ടനിസം അല്ലെ? ഡാൾട്ടനിസം എന്നറിയപ്പെടുന്ന
അറിയപ്പെടുന്ന രോഗം ഏതാണ്? വർണ്ണാന്തത. നമ്മുടെ ജോൺ ഡാൾട്ടൻ ആ രോഗം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്നത്. ഡാൾട്ടനിസം എന്നും വർണ്ണാന്തത അറിയപ്പെടുന്നു. അപ്പൊ ഇഷിഹാര ടെസ്റ്റ് വർണ്ണാന്തത, റോസ് ബംഗാൾ ടെസ്റ്റ് നിശാന്തത. നിശാന്തത വേറൊരു പേര് പറയാമോ? നിശാന്തത മാലക്കണ്ണ് കേട്ടോ. നിശാന്തതയുടെ മറ്റൊരു പേരെന്താണ്? മാലക്കണ്ണ് എന്ന് പറയുന്നതാണ്. ഓക്കെ, ഓർത്ത് വെച്ചിരിക്കുക. വിറ്റാമിൻ A1 കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് നിശാന്തത. വിറ്റാമിൻ A1 കുറവ്, ഇതൊക്കെ ചിലപ്പോൾ തുടക്കക്കാർക്ക് ഡൗട്ട് വരും. വിറ്റാമിൻ A1 കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? നിശാന്തത. അപ്പം വിറ്റാമിൻ A2 കുറവ് മൂലം ഏതാണെന്നറിയാമോ? സീറോഫ്താൽമിയ. അപ്പൊ കണ്ണിനുണ്ടാകുന്ന രണ്ട് രോഗങ്ങളാണ് നിശാന്തതയും സീറോഫ്താൽമിയും. വിറ്റാമിൻ എയുടെ കുറവ് മൂലം, വിറ്റാമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രണ്ട് രോഗം പറഞ്ഞ നിശാന്തതയും സീറോഫ്താൽമിയും. ഇനി എടുത്തു പറഞ്ഞ വിറ്റാമിൻ A1 കുറവ് മൂലം നിശാന്തത, വിറ്റാമിൻ A2 കുറവ് മൂലം സീറോഫ്താൽമിയ. സെറ്റാണോ? ഓക്കെ, നമുക്ക് തിരിച്ചു വരാം. നമ്മൾ പറഞ്ഞു വന്ന ഏതായിരുന്നു? തൈറോയിഡ് ഗ്രന്ഥിയെ കുറിച്ചാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി തൈറോയിഡ് ഗ്രന്ഥി. വിശേഷണം ആദംസ് ആപ്പിൾ എന്നറിയപ്പെടുന്നു. എന്താണ് ആകൃതി? ചിത്രശലഭത്തിന്റെ ആകൃതിയിലാണ്. അവ തൈറോയിഡ് ഗ്രന്ഥി ഉത്പാദിപ്പിക്കുന്ന രണ്ട് ഹോർമോണിന്റെ പേര് പറ. ഒന്ന് കാൽസിട്ടോണിൻ, രണ്ട് തൈറോക്സിൻ. തൈറോക്സിൻ എന്തിനൊക്കെ വേണം? കുട്ടികളിൽ ശരീര വളർച്ച നിയന്ത്രിക്കണം, ഉപാപചയ പ്രവർത്തനങ്ങളുടെ നിരക്ക് ഉയർത്തണം, ഭ്രൂണാവസ്ഥയിലും ശൈശവാവസ്ഥയിലും എന്താ മസ്തിഷ്കത്തിന്റെ വളർച്ചയെ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? തൈറോക്സിൻ. അപ്പൊ നിങ്ങൾ മനസ്സിൽ വേണ്ടത് സാറേ കാൽസിട്ടോണിൻ ഒരു ഹോർമോണല്ലോ ഈ തൈറോയിഡ് ഗ്രന്ഥി, അവരുടെ പ്രത്യേകത എന്താ? കാൽസിട്ടോണിൻ പേരിലൂടെ കിട്ടൂടെ. കാൽസിട്ടോണിൻ രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുന്ന തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ. രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുമ്പോൾ തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? കാൽസിട്ടോണിൻ എന്ന് പറയുന്നത്. കാൽസിട്ടോണിൻ അതായത് രക്തത്തിൽ അധികമുള്ള കാൽസ്യത്തെ അസ്ഥികളിൽ സംഭരിക്കാൻ സഹായിക്കുന്നത്. അധികമുള്ള കാൽസ്യം ഇല്ലേ, അത് കൊണ്ടുവന്ന് അസ്ഥികളിൽ സംഭരിക്കാൻ സഹായിക്കുന്നത് ആരാണ്? കാൽസിട്ടോണിൻ ആണ്. ഓർത്തു വെച്ചിരിക്കണേ. അപ്പം തൈറോയിഡ് ഗ്രന്ഥിയുടെ രണ്ട് ഹോർമോൺ പഠിച്ചു. മുമ്പ് ഞാൻ ആദ്യം ഞാൻ പഠിപ്പിച്ച പൈനിയൽ ഗ്രന്ഥിയുടെ രണ്ട് ഹോർമോൺ പറഞ്ഞ്. പൈനിയൽ ഗ്രന്ഥിയുടെ മെലാറ്റോണിൻ, സെറാട്ടോണിൻ. മെലാറ്റോണിൻ, സെറാട്ടോണിൻ. പറ, ഉത്തരം പറ. ഉറങ്ങാൻ സഹായിക്കുന്ന ഹോർമോൺ മെലാറ്റോണിൻ. മനുഷ്യന്റെ വികാരാവസ്ഥയെ നിയന്ത്രിക്കുന്ന ഹോർമോൺ സെറാട്ടോണിൻ. ആരുടെയാ? മെലാറ്റോണിനും സെറാട്ടോണിനും പൈനിയൽ ഗ്രന്ഥിയുടെ. ആരാ പൈനിയൽ ഗ്രന്ഥി? ഏറ്റവും ചെറിയ ഗ്രന്ഥി. എന്താ വിശേഷണം? മനുഷ്യ ശരീരത്തിലെ ജൈവ ഘടികാരം അഥവാ ബയോളജിക്കൽ ക്ലോക്ക് എന്ന് വിളിക്കുന്നത് പൈനിയൽ ഗ്രന്ഥി. ഇതാ വന്ന മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ ഗ്രന്ഥി. സെറ്റാണോ? ഓക്കെ, ഒരുവിധം റിവിഷൻ നല്ലോണം സയൻസ് സാറുമാര് പഠിപ്പിക്കും. എനിക്ക് ഏകദേശം അറ്റോപൂലൊക്കെ അറിയാം. ഇമ്പോർട്ടന്റ് ഞാൻ പറഞ്ഞു തരുന്നതേ ഉള്ളേ. സയൻസ് സാറുമാര് ബയോളജി പഠിപ്പിക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ചിരിക്കണേ. ഞാൻ എന്നിട്ട് ഒന്ന് ഇമ്പോർട്ടന്റ് ആക്കി പറഞ്ഞതാ. എനിക്ക് സയൻസ് വശമേ ഇല്ല. എന്നാലും നിങ്ങളുടെ ഇമ്പോർട്ടന്റ് ഇപ്പൊ പരീക്ഷകൾക്കൊക്കെ ചോദിച്ചു കാണുമ്പോൾ അതെന്റെ മനസ്സിൽ ഇങ്ങനെ കിടപ്പുണ്ടല്ലോ, അത് കൊണ്ടുവന്ന് ഇമ്പോർട്ടന്റ് ആക്കി തരുന്നതാണ്. അത് പിന്നെ ബയോളജി സാറുമാര് ഗ്രന്ഥികളെ കുറിച്ച് പറയുമ്പോൾ നല്ലോണം അതിന്റെ ഡീറ്റെയിൽ പഠിച്ചു വെച്ചിരിക്കണം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കേ. അടിയന്തര ഹോർമോൺ എന്ന് വിളിക്കുന്നത് അതാണ്ട് അടുത്ത ഹോർമോണിലേക്ക് വരികയാണ്. ഇതുവരെ നമ്മൾ ഗ്രന്ഥികളല്ലേ പഠിച്ചുകൊണ്ടിരുന്നത്. അടിയന്തര ഹോർമോൺ എന്ന് വിളിക്കുന്നത് അഡ്രിനാലിനാണ്. അടിയന്തര ഹോർമോൺ ഏതാണ്? അഡ്രിനാലിൻ. മറ്റൊരു പേര് കണ്ടോ? എപ്പിനെഫ്രിൻ. എപ്പിനെഫ്രിൻ എന്ന് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ അഡ്രിനാലിൻ എന്നേ പഠിക്കത്തുള്ളൂ. പക്ഷെ നിങ്ങൾ എപ്പിനെഫ്രിൻ എന്ന ഓപ്ഷനിൽ വന്നാലും അത് എഴുതണം. സർജിക്കൽ ഹോർമോൺ എന്ന് വിളിക്കുന്നത് നോർ അഡ്രിനാലിൻ അഥവാ നോർ എപ്പിനെഫ്രിൻ. യുവത്വ ഹോർമോൺ തൈമോസിൻ. നേരത്തെ നമ്മുടെ യുവത്വ ഗ്രന്ഥി പഠിച്ചു, തൈമസ് ഗ്രന്ഥി. അപ്പൊ ആ പേരിലൂടെ കെട്ടിക്കാണും. തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആയിരിക്കുമല്ലോ ആരാ? യുവത്വ ഹോർമോൺ എന്ന് വിളിക്കുന്നത്. അടുത്തതാ വരുന്ന വെരി വെരി ഇമ്പോർട്ടന്റ് വളർച്ചാ ഹോർമോൺ എന്ന് വിളിക്കുന്നത് സൊമാറ്റോട്രോപിക്. വളർച്ചാ ഹോർമോൺ ഏതാണ്? സൊമാറ്റോട്രോപിക്. ഇമ്പോർട്ടന്റ് ആണല്ലോ. അപ്പൊ ഒന്നും കൂടെ പറഞ്ഞേടെ. അടിയന്തര ഹോർമോൺ ഏത്? അഡ്രിനാലിൻ. എന്താണ് അടിയന്തര ഹോർമോൺ എന്ന് പറയുമ്പോൾ? അഡ്രിനാലിൻ അടിയന്തര ഘട്ടങ്ങൾ, നമ്മുടെ മനുഷ്യ ശരീരത്തിൽ അടിയന്തര ഘട്ടങ്ങളിൽ നമ്മളെ സജ്ജമാക്കി നിർത്തുന്ന ഹോർമോൺ ഏതാണ്? അടിയന്തര ഹോർമോൺ അഡ്രിനാലിൻ അഥവാ എപ്പിനെഫ്രിൻ. ആരായിരിക്കും ഇവിടെ? ഏത് ഗ്രന്ഥിയാണ് ഇത് ഉത്പാദിപ്പിക്കുന്നത്? പേരിലൂടെ കിട്ടി. അഡ്രിനാലിൻ ഉത്പാദിപ്പിക്കുന്ന ഏത് ഗ്രന്ഥിയാ? അഡ്രിനൽ ഗ്രന്ഥി അല്ലെ? നമ്മുടെ രണ്ട് വൃക്കകൾക്ക് മുകളിലായി കാണപ്പെടുന്ന ഒരു ഗ്രന്ഥി ഇല്ലേ? അഡ്രിനൽ ഗ്രന്ഥി. ഓക്കെ, കിട്ടുമല്ലോ. അപ്പൊ സർജിക്കൽ ഹോർമോണോ നോർ അഡ്രിനാലിൻ. യുവത്വ ഹോർമോൺ ഏതാണ്? യുവത്വ ഹോർമോൺ തൈമോസിൻ ആണ്. യുവത്വ ഹോർമോൺ ഏതാണ്? തൈമോസിൻ.
അപ്പൊ തൈമോസിൻ. അപ്പൊ ഒന്ന് പറഞ്ഞേടെ, നമുക്ക് യുവത്വ ഹോർമോണിനെ കുറിച്ച് ഒന്ന് പറയാം. ആദ്യം ഗ്രന്ഥിയെ കുറിച്ച് പറയാം. എന്താണ്? അതായത് യുവത്വ ഗ്രന്ഥി എന്ന് വിളിക്കുന്ന ആളാണ് തൈമസ് ഗ്രന്ഥി. ഈ തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് തൈമോസിൻ. അതുകൊണ്ട് വിശേഷണം യുവത്വ ഹോർമോൺ എന്ന് വിളിക്കുന്നു. എന്താണ് തൈമസ് ഗ്രന്ഥിയുടെ പ്രത്യേകത? എല്ലാവർക്കും അറിയാവുന്ന, നമ്മളെ പ്രിലിംസ് പരീക്ഷയ്ക്കും ഒക്കെ പഠിച്ചിട്ടുണ്ട്. എന്താ തൈമസ് ഗ്രന്ഥി? അതായത് ശൈശവ കാലഘട്ടത്തിൽ വളരെ സജീവവും പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ചുരുങ്ങി ചെറുതായി പോകുന്നതുമായ ഗ്രന്ഥി ഏത്? ഇങ്ങനെ ഒരു ചോദ്യമില്ലേ? ശൈശവ കാലഘട്ടത്തിൽ വളരെ സജീവമായി നിൽക്കുകയും പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അത് ചുരുങ്ങി വളരെ ചെറുതായി പോവുകയും ചെയ്യുന്ന ഗ്രന്ഥി ഏതാണ്? തൈമസ് ഗ്രന്ഥി. അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാ? തൈമോസിൻ. യുവത്വ ഹോർമോൺ തൈമോസിൻ. ഇത് എവിടെ കാണപ്പെടുന്നത്? നമ്മുടെ മാറലില്ലേ, മാറലിന് താഴെയായി സ്ഥിതി ചെയ്യുന്ന ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി. സെറ്റാണല്ലോ. അടുത്തതാ വരുന്ന വെരി ഇമ്പോർട്ടന്റ് ചോദ്യം. വളർച്ചാ ഹോർമോൺ എന്ന് വിളിക്കുന്നത് ആരെ? വളർച്ചാ ഹോർമോൺ എന്ന് വിളിക്കുന്നത് സൊമാറ്റോട്രോപിക് ഹോർമോൺ. കേട്ടോ, വളർച്ചാ ഹോർമോണിന്റെ മറ്റൊരു പേരെന്താണ്? സൊമാറ്റോട്രോപിക് ഹോർമോൺ. ഇപ്പൊ ഇനി മനസ്സിൽ ചോദ്യം വന്നാണ്, സാറേ ഈ ഹോർമോൺ ആരാ കൊണ്ടുവരുന്നത്? സാർ ആദ്യത്തെ രണ്ടുപേരെയും പറഞ്ഞു, അടിയന്തര ഹോർമോൺ, സർജിക്കൽ ഹോർമോൺ, അഡ്രിനൽ ഗ്രന്ഥി. അടുത്ത യുവത്വ ഹോർമോൺ തൈമോസിൻ, തൈമസ് ഗ്രന്ഥി. ഇനി ഇതാ വരുന്ന, സാറേ ഈ വളർച്ചാ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് ഗ്രന്ഥിയാണ്? അയാൾ ആരാന്നറിയാമോ? നായക ഗ്രന്ഥി. നായക ഗ്രന്ഥി എന്ന് വിളിക്കുന്നത് ആരെയാ? പിറ്റ്യൂട്ടറി ഗ്രന്ഥി. അയാളാണ് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നത്. കേട്ടോ, നായക ഗ്രന്ഥി എന്ന് വിളിക്കുന്നത് ആരാണ്? പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് വളർച്ചാ ഹോർമോൺ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം നായക ഗ്രന്ഥി എന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്തോ ഉണ്ട്. അയാൾ ഒരു നായകനാകണമെങ്കിൽ എന്തൊക്കെയോ അയാൾക്ക് പ്രത്യേകതയുണ്ട് അല്ലെ? ഒന്ന് വളർച്ചയെ സഹായിക്കുന്നത്. നേരത്തെ കുട്ടികളുടെ വളർച്ചകളുടെ നിയന്ത്രിക്കുന്നത് തൈറോക്സിൻ എന്ന് ഞാൻ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? തൈറോയിഡ് ഗ്രന്ഥി, അത് കുട്ടികളുടെ വളർച്ച നിയന്ത്രിക്കുന്ന ഹോർമോൺ. നിങ്ങൾ വളർച്ചാ ഹോർമോൺ എന്ന വിശേഷണമാണെങ്കിൽ എന്താ എഴുതാവൂ? സൊമാറ്റോട്രോപിക്. ആരാണ് സൊമാറ്റോട്രോപിക് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത്? പിറ്റ്യൂട്ടറി ഗ്രന്ഥി. എന്താ വിശേഷണം പിറ്റ്യൂട്ടറി ഗ്രന്ഥിക്ക്? നായക ഗ്രന്ഥി. അങ്ങനെ എന്തുകൊണ്ടാ നായക ഗ്രന്ഥി എന്ന് പറയട്ടെ. അതായത് മുലപ്പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണിന്റെ പേര് പറയാമോ നിങ്ങൾക്ക്? മുലപ്പാൽ ഉൽപ്പാദിപ്പിക്കുന്നത് പ്രൊലാക്റ്റിൻ അല്ലെ? പ്രൊലാക്റ്റിൻ. മുലപ്പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? പ്രൊലാക്റ്റിൻ. അത് നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ്. വളർച്ചാ ഹോർമോണായ സൊമാറ്റോട്രോപിക് കൊണ്ടുവരുന്നത് ആരാ? പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ്. പിന്നെ വേറൊരെണ്ണം പറയട്ടെ, ഗൊണാഡോട്രോപിക് ഹോർമോൺ. ഗൊണാഡോട്രോപിക് ഒരു വെറൈറ്റി പേര് അല്ലേ? ചിലവർ ആദ്യമായിട്ട് കേൾക്കുകയായിരിക്കും അല്ലേ? ഗൊണാഡോട്രോപിക്. നിങ്ങൾ ഗൊണേറിയ എന്ന് കേട്ടിട്ടുണ്ടോ? ഒരു ലൈംഗിക രോഗമാണ് ഗൊണേറിയ. ബാക്ടീരിയ പരത്തുന്ന ഒരു ലൈംഗിക രോഗമാണ് ഗൊണേറിയ എന്ന് പറയുന്നത്. അപ്പൊ അതിലൂടെ ഒന്ന് ക്ലൂ വന്നേടെ. ഗൊണാഡോട്രോപിക് എന്ന് പറയുമ്പോൾ ലൈംഗികപരമായ കാര്യങ്ങൾക്കുള്ള ഹോർമോൺ. എന്താ? നമ്മുടെ വൃഷണങ്ങൾ, പുരുഷന്മാരുടെ വൃഷണങ്ങളുടെ പ്രവർത്തനം, സ്ത്രീകളുടെ അണ്ഡാശയങ്ങളുടെ പ്രവർത്തനം, ഇതിനെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? ഗൊണാഡോട്രോപിക് ഹോർമോൺ. അതും കൊണ്ടുവരുന്ന ആരാ? നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയ. മൂന്നെണ്ണമായി. ഏതൊക്കെയാ? വളർച്ചാ ഹോർമോണായ സൊമാറ്റോട്രോപിക്കിനെ കൊണ്ടുവന്നത് പിറ്റ്യൂട്ടറി ഗ്രന്ഥി. മുലപ്പാൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊലാക്റ്റിൻ ഹോർമോൺ കൊണ്ടുവന്നത് പിറ്റ്യൂട്ടറി ഗ്രന്ഥി. പിന്നെ ഏതാണ്? നമ്മുടെ പുരുഷന്മാരിലെ വൃഷണങ്ങളുടെ പ്രവർത്തനം, സ്ത്രീകളുടെ അണ്ഡാശയങ്ങളുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? അതേതെന്ന് വെച്ചാൽ ഗൊണാഡോട്രോപിക് ഹോർമോൺ. അതും കൊണ്ടുവന്നത് ആരാണ്? പിറ്റ്യൂട്ടറി ഗ്രന്ഥി. പിന്നെ ഈ അഡ്രിനൽ ഗ്രന്ഥിയുടെ കോർട്ടെക്സ് ഭാഗമുണ്ട്, പുറം ഭാഗം. ഈ കോർട്ടെക്സിന്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നതാണ് അഡ്രിനോകോർട്ടിക്കോട്രോപിക് ഹോർമോൺ. അഡ്രിനോകോർട്ടിക്കോട്രോപിക് ഹോർമോൺ അതും പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ് കൊണ്ടുവന്നത്. അത് ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി. അതുപോലെ നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കാൻ, ഒരു കൊണ്ടുവരുന്ന തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറഞ്ഞൊരു ഹോർമോൺ ഉണ്ട്. അതും കൊണ്ടുവരുന്നത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ്. പിറ്റ്യൂട്ടറി ഗ്രന്ഥിക്കാര് 5 ഹോർമോൺ കൊണ്ടുവന്നത്. പിറ്റ്യൂട്ടറി ഗ്രന്ഥിക്കാര് 5 ഹോർമോൺ പറയട്ടെ ഒന്നുകൂടെ. 1 മുലപ്പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണായ പ്രൊലാക്റ്റിൻ, 2 വളർച്ചാ ഹോർമോണായ സൊമാറ്റോട്രോപിക്, 3 വൃഷണങ്ങളുടെ പ്രവർത്തനവും അണ്ഡാശയങ്ങളുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന ഗൊണാഡോട്രോപിക് ഹോർമോൺ, 4 അഡ്രിനൽ ഗ്രന്ഥിയുടെ കോർട്ടെക്സ് പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന കോർട്ടിക്കോട്രോപിക് ഹോർമോൺ, 5 തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന തൈറോയിഡ് സ്റ്റിമുലേറ്റഡ് ഹോർമോൺ. ഇത്രയാണ് ആരാ? നായക ഗ്രന്ഥി അഥവാ പിറ്റ്യൂട്ടറി ഗ്രന്ഥി അല്ലെ? ഇനി നിങ്ങളുടെ മനസ്സിൽ ഓടി വരുന്ന ഒരു 2 രോഗത്തിന്റെ പേര്
പറയട്ടെ. വാമനത്വം, ഭീമാകാരത്വം. വാമനത്വം, ഭീമാകാരത്വം എന്താണ് ഇത്? അതായത് വളർച്ചാ ഹോർമോൺ എന്ന് പറഞ്ഞപ്പം തന്നെ വന്നില്ലേ ഇവിടെ? ഏതാ വളർച്ചാ ഹോർമോൺ? സൊമാറ്റോട്രോപ്പിക്. പറഞ്ഞേ, അതിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്നേ. അതായത് സൊമാറ്റോട്രോപ്പിക്കിന്റെ ഉൽപാദനം കുറഞ്ഞാൽ ശരീരത്തിന്റെ വളർച്ച മുരടിക്കും. ഇതിനെ വാമനത്വം എന്ന് വിളിക്കുന്നു. അപ്പൊ നിങ്ങൾ ഓർക്കേണ്ടത് ആ ഹോർമോണിന്റെ പേരാ. അപ്പൊ വാമനത്വം ഉണ്ടാകാൻ കാരണം ഏത് ഹോർമോണിന്റെ കുറവാണെന്ന് പറ. വളർച്ചാ ഹോർമോൺ. എന്താ പേര്? സൊമാറ്റോട്രോപ്പിക്. അപ്പൊ വളർച്ചാ ഹോർമോണിന്റെ കുറവ് മൂലം ശരീര വളർച്ച കുറഞ്ഞാൽ വാമനത്വം, ശരീര വളർച്ച, വളർച്ചാ ഹോർമോണിന്റെ ഉൽപാദനം കൂടിയാൽ ശരീര വളർച്ച ഉയർന്ന് വലിയതായി മാറിയാൽ ഭീമാകാരത്വം. അത്രേ ഉള്ളൂ. കൂടുക കുറയുക. ആരാ? സൊമാറ്റോട്രോപ്പിക്. എന്താ? കുറഞ്ഞാൽ വാമനത്വം, കൂടിയാൽ ഭീമാകാരത്വം. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഒരു രോഗവും കൂടെ വരും, അഗ്രോമെഗല്ലി. അഗ്രോമെഗല്ലി ഇത് തന്നെ. ഇതിന്റെ വേറൊന്നാണ് എന്താ? നമ്മുടെ ഈ സൊമാറ്റോട്രോപ്പിക്ക് ഈ വളർച്ചാ ഘട്ടത്തിൽ ഉൽപാദനത്തിൽ ചില ഭാഗങ്ങൾ കൂടി താടിയെല്ല് ചിലവരെ വലുത്, ആ വിരലുകൾ ഭയങ്കരമായിട്ട് വരുന്നു അല്ലെ? അങ്ങനെ എന്നിവിടങ്ങളിലെ അസ്ഥികൾ വളർന്ന് വലുതായാൽ അതിനെ അഗ്രോമെഗല്ലി എന്ന് വിളിക്കുന്നു. അപ്പൊ സൊമാറ്റോ വളർച്ചാ ഘട്ടത്തിന് ശേഷം ഈ നമ്മുടെ ഒരു വളർച്ചാ ഘട്ടം കഴിയുമല്ലോ, അതിനുശേഷം സൊമാറ്റോട്രോപ്പിന്റെ അമിത ഉൽപാദനം കാരണം താടിയെല്ല് കൂടുന്നു, വിരലുകൾ അമിതമാകുന്നു. ഇങ്ങനെ വരുന്ന രോഗത്തെ എന്ത് വിളിക്കാടെ? അഗ്രോമെഗല്ലി. സെറ്റാണ്. ഇത്രയേ ഉള്ളൂ. അപ്പം നായക ഗ്രന്ഥിയാര? പിറ്റ്യൂട്ടറി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തതാണ്ട് നല്ലൊരു വേട് കണ്ട രണ്ട് അസുഖങ്ങളുടെ പേര്. ഡയബറ്റിസ് മെലിറ്റസ്, ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. ഡയബറ്റിസ് മെലിറ്റസ്, ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. ഹാളി പോകുമ്പോ തെറ്റിപ്പോരുത്. എന്താ നോക്കേ? രണ്ട് ഐറ്റം ആണ്. നമ്മൾ ഒരേ ടൈപ്പ് ആണെന്ന്. ഡയബറ്റിസ് ആണ് ആദ്യത്തത്. ഒരെണ്ണം നിങ്ങൾ ഡയബറ്റിസ് പേഷ്യൻ ഇൻസുലിൻ അല്ലേ? ഇൻസുലിൻ. ഓക്കെ, ഇൻസുലിന്റെ ഉൽപാദനം കുറയുന്നത് മൂലം രക്തത്തിലെ ഗ്ലൂക്കോസ് മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്നത്. ഇൻസുലിന്റെ ഉൽപാദനം കുറയുന്നത് മൂലം രക്തത്തിലെ ഗ്ലൂക്കോസ് മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്നത് ഏതാണ്? ഡയബറ്റിസ് മെലിറ്റസ്. ഡയബറ്റിസ് മെലിറ്റസ്. അപ്പൊ ഡയബറ്റിസ് ഇൻസിപ്പിഡസ് ഇൻസുലിനുമായി ഒരു ബന്ധവും വരരുത്. ഇൻസിപ്പിഡസിന് ഇൻസുലിനുമായിട്ട് എന്ത് വരരുത്? ഒരു ബന്ധവും വരരുത്. എന്താണെന്നറിയാമോ? ഓക്കെ, നമ്മളെ വൃക്കയിലെ ജലത്തിന്റെ പുനരാഗീകരണത്തിന് സഹായിക്കുന്ന ഒരു ഹോർമോൺ ഉണ്ട്, വാസോപ്രസിൻ. വാസോപ്രസിൻ എന്ന് പറയുന്നത്. ഈ വാസോപ്രസിൻ അഥവാ മറ്റൊരു പേര് ADH, ആന്റി ഡയൂററ്റിക് ഹോർമോൺ. ADHന്റെ ഉൽപാദനം കുറയുന്ന അവസ്ഥയെ ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് വിളിക്കുന്നു. അപ്പൊ ഹാളി പോകുമ്പോ തെറ്റരുത്. ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ആദ്യത്തത് ഡയബറ്റിസ് മെലിറ്റസ്. മെലിറ്റസ് ആണ് നമ്മുടെ ഇൻസുലിന്റെ ഉൽപാദനം നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞാൽ രക്തത്തിലെ ഗ്ലൂക്കോസ് മൂത്രത്തിലൂടെ പുറത്തു പോകും. ഇതിനെന്ത് വിളിക്കാം? ഡയബറ്റിസ് മെലിറ്റസ്. അപ്പൊ ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്താണ്? വൃക്കയിലെ ജലത്തിന്റെ പുനരാഗീകരണത്തെ സഹായിക്കുന്ന ഹോർമോൺ. പേരെന്താ? വാസോപ്രസിൻ. ഇതാണ്ട് വേറൊരു ഹോർമോണിന്റെ പേര് വന്നാണ്ട് വാസോപ്രസിൻ. വൃക്കയിലെ ജലത്തിന്റെ പുനരാഗീകരണത്തെ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? വാസോപ്രസിൻ. അഥവാ മറ്റൊരു പേര് പറഞ്ഞേ, ADH, ആന്റി ഡയൂററ്റിക് ഹോർമോൺ. അതിന്റെ ഉൽപാദനം കുറഞ്ഞാൽ ഏതാണ്? ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് വിളിക്കുന്നു. സെറ്റാണല്ലോ. അടുത്ത ഓക്കെ, അതേപോലെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നതാണ് തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകൾ. അയ്യോ, അവിടെ ഒരെണ്ണം എഴുതാൻ വിട്ടുപോയെന്ന് തോന്നുന്നു. തലച്ചോറിലെ രക്തക്കുഴലുകൾ പൊട്ടുന്ന അവസ്ഥ സെറിബ്രൽ ഹെമറേജ്. മറ്റേത് സെറിബ്രൽ ത്രോംബോസിസ്. കേട്ടോ, ത്രോംബോസിസ്. ഇത് ഹാളി പോകുമ്പോ തെറ്റിപ്പോരുത്. രണ്ട് രോഗങ്ങളുടെ കാര്യമാണ്. നമ്മുടെ തലച്ചോറിനുണ്ടാകുന്ന രണ്ട് രോഗങ്ങളാണ്. ഒന്ന് സെറിബ്രൽ ഹെമറേജും, രണ്ട് സെറിബ്രൽ ത്രോംബോസിസും. കേട്ടോ, അതായത് തലച്ചോറിലെ രക്തക്കുഴലുകൾ പൊട്ടുന്ന അവസ്ഥ സെറിബ്രൽ ഹെമറേജ്. സെറിബ്രൽ ത്രോംബോസിസ് തലച്ചോറിലെ രക്തക്കുഴലുകൾ കട്ടിപിടിക്കുന്ന അവസ്ഥ. അപ്പൊ രക്തക്കുഴലുകൾ കട്ടിപിടിക്കുന്ന അവസ്ഥ ഏതാണ്? സെറിബ്രൽ ത്രോംബോസിസും. രക്തക്കുഴലുകൾ പൊട്ടുന്ന അവസ്ഥ ഏതാണ്? സെറിബ്രൽ ഹെമറേജും. ഓക്കെ, പക്ഷാഘാതം എന്ന് കേട്ടിട്ടില്ലേ? തളർന്നു വീഴുന്ന തളർവാദം. ആ പക്ഷാഘാതത്തിന് രണ്ട് കാരണം ഇതാ, സെറിബ്രൽ ഹെമറേജും സെറിബ്രൽ ത്രോംബോസിസ്. ഹാളി പോകുമ്പോ തെറ്റിപ്പോരുത് കേട്ടോ. തെറ്റാതിരിക്കാൻ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയം, സ്കൂളിലായാലും PSC പഠിക്കുമ്പോഴേ സെറിബ്രൽ ഹെമറേജ് എന്ന് പറഞ്ഞ ഹാമർ എന്തിനാടെ? പൊട്ടിക്കാന് അല്ലെ? ഹാമർ നമ്മൾ ഉപയോഗിക്കുന്നത് പൊട്ടിക്കാനല്ലേ? അപ്പൊ രക്തക്കുഴലുകൾ പൊട്ടുന്നത് സെറിബ്രൽ ഹെമറേജ്.
രക്തക്കുഴലുകൾ കട്ടിപിടിക്കുന്ന അവസ്ഥ സെറിബ്രൽ ത്രോംബോസിസ്. ഏതായിരുന്നേ? സെറിബ്രൽ ത്രോംബോസിസ്. അടുത്ത 106 നോക്കേ. 106ാമത്തെ ക്വസ്റ്റ്യനെ ആയുള്ളൂ. ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം സെറിബ്രമാണ്. ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് സെറിബ്രം. അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? മെഡുല ഓബ്ലോങ്കേറ്റ. ഒന്ന് പറഞ്ഞു തരട്ടെ, നമ്മുടെ മസ്തിഷ്കത്തെ കുറിച്ച് ഒന്ന് പറഞ്ഞു തരാടെ. മസ്തിഷ്കത്തെ കുറിച്ചുള്ള പഠനം ഫ്രിനോളജി. തലച്ചോർ അല്ല, നമ്മൾ എടുത്തു പഠിക്കുകയാണെങ്കിൽ തലച്ചോറിനെ കുറിച്ചുള്ള പഠനം ഫ്രിനോളജി. തലയോടിനെ കുറിച്ചുള്ള പഠനം ഏതാണ്? ക്രേനിയോളജി അല്ലെ. തലച്ചോറിന്റെ ഭാരം പറയാമോടെ? കരളിനാണ് ഏറ്റവും വലിയ ഭാരം 1500 ഗ്രാം. തലച്ചോറിന് 100 കുറയ്ക്ക് 1400 ഗ്രാം. അപ്പൊ തലച്ചോറിന്റെ ഭാരം എത്രയാണ്? അല്ലെങ്കിൽ മസ്തിഷ്കത്തിന്റെ ഭാരം എത്രയാണ്? 1400 ഗ്രാം ആണ്. തലച്ചോറിനെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നതല്ലേ മെനിഞ്ചസ് അല്ലെ. തലച്ചോറിനെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ആവരണം ഏതാണ്? മെനിഞ്ചസ്. അതുപോലെ സുഷുമ്നെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ആവരണവും മെനിഞ്ചസ് ആണ്. തലച്ചോറിനെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നത് മെനിഞ്ചസ്, സുഷുമ്നെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ആവരണവും ഏതാണ്? മെനിഞ്ചസ് ആണ് അല്ലെ. ഇതിലുണ്ടാകുന്ന ഒരു അണുബാധയുടെ പേരല്ലേ മെനിഞ്ചൈറ്റിസ് അല്ലെ. മെനിഞ്ചസിൽ ഉണ്ടാകുന്ന അണുബാധയുടെ പേരെന്താണ്? മെനിഞ്ചൈറ്റിസ്. ഒരു രോഗമാണ്. ഏതാണെന്നറിയാമോ? ഏതാ? ബാക്ടീരിയ. മെനിഞ്ചൈറ്റിസ് എന്ന രോഗത്തിന് കാരണം ഏതാണ്? ബാക്ടീരിയയുടെ. ബാക്ടീരിയ എല്ലാവരും തെറ്റിപ്പോകുന്നതാണ്. അപ്പൊ മെനിഞ്ചൈറ്റിസ് ഉണ്ടാവുന്ന എന്തിന് കാരണമാവുന്ന രോഗാണു ഏതാണ്? ബാക്ടീരിയ. രണ്ടൊന്ന് ബാക്ടീരിയ രോഗങ്ങൾ പറഞ്ഞാടെ. രണ്ടൊരു ബാക്ടീരിയ രോഗങ്ങൾ. രോഗങ്ങളുടെ രാജാവായ ക്ഷയം ബാക്ടീരിയ. ഭൂമിയിൽ ഏറ്റവും പഴക്കമുള്ള രോഗമായ കുഷ്ഠം ബാക്ടീരിയ. DPT വാക്സിൻ എടുക്കുന്ന 3 പേരും ബാക്ടീരിയ. DPT വാക്സിൻ എടുക്കത്തില്ലേ 5 വയസ്സുള്ള കുട്ടികൾക്ക്? ഏതൊക്കെയാ? ഡിഫ്തീരിയ, വില്ലൻ ചുമ, ടെറ്റനസ്. ഡിഫ്തീരിയ, വില്ലൻ ചുമ, ടെറ്റനസ് ഇത് 3ഉം ബാക്ടീരിയ. ഏറ്റവും കൂടുതൽ ശിശുമരണ നിരക്കുള്ള നിമോണിയ ബാക്ടീരിയ. ഏറ്റവും കൂടുതൽ ശിശുമരണത്തിന് കാരണമായ നിമോണിയ ഏതാണ്? ബാക്ടീരിയ. അതുപോലെ പനികളിൽ ഒരാള് ബാക്ടീരിയയുടെ. പനികളിൽ ഏത് പനിയാണെന്നറിയാമോ? നമുക്ക് ഒത്തിരി പനിയില്ലേ? കുരങ്ങുപനി, പന്നിപ്പനി, പക്ഷിപ്പനി, ഡെങ്കിപ്പനി, 5ആം പനി ഇങ്ങനെ പറയുന്നില്ലേ? അതിൽ ഈ പനികളെല്ലാം വൈറസ് പറഞ്ഞു. പക്ഷെ നിങ്ങൾ എലിപ്പനി ഏതേ പറയാവൂ? ബാക്ടീരിയ പറയാവൂ. അപ്പൊ എലിപ്പനി ഏതാണ്? ബാക്ടീരിയ. ഓർത്തോക്കെ. മെനിഞ്ചൈറ്റിസ് ഏതാ? ബാക്ടീരിയ. നിമോണിയ ഏതാ? ബാക്ടീരിയ. കുഷ്ഠം ഏതാ? ബാക്ടീരിയ. ക്ഷയം ഏതാ? ബാക്ടീരിയ. ടൈഫോയിഡ് ഏതാ? ബാക്ടീരിയ. ഡിഫ്തീരിയ ഏതാ? ബാക്ടീരിയ. ഇല്ല, നേരത്തെ ഞാൻ പറഞ്ഞ ഒരു ലൈംഗിക രോഗമല്ലേ ഗൊണേറിയ? ബാക്ടീരിയ. ഗൊണേറിയ ഏതാണ്? ബാക്ടീരിയ. പിന്നെ ഈ പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുമ്പോൾ ഒരു രോഗം ഉണ്ടാകത്തില്ല, ബോട്ടുലിസം. പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന രോഗം ഏതാണ്? ബോട്ടുലിസം. അതും ബാക്ടീരിയയാണ്. ബോട്ടുലിസം ഏതാണ്? ബാക്ടീരിയ. പിന്നെ നല്ലൊരെണ്ണം പറയട്ടെ, കോളറ. കോളറ ബാക്ടീരിയയുടെ. വിബ്രിയോ കോളറേ എന്ന് പറയുന്ന ഒരു രോഗാണു കേട്ടിട്ടില്ലേ? കോളറ ബാക്ടീരിയയാണ്. ഓർത്ത് വെച്ചിരിക്കണേ. ഓക്കെ, തിരിച്ചു വരാം. ഞാൻ അങ്ങനെ പറഞ്ഞാൽ ഇനി വൈറസ് രോഗം ഒക്കെ പോകും. അപ്പൊ മനുഷ്യ ശരീരത്തിലെ ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പറഞ്ഞാടെ. സെറിബ്രം, സെറിബെല്ലം, തലാമസ്, ഹൈപ്പോതലാമസ്, മെഡുല ഓബ്ലോങ്കേറ്റ അല്ലെ. സെറിബ്രം, സെറിബെല്ലം, ഹൈപ്പോതലാമസ്, തലാമസ്, മെഡുല ഓബ്ലോങ്കേറ്റ. അതിൽ ഏറ്റവും വലുത് സെറിബ്രം തന്നെയാണ് അല്ലെ. എന്താ പ്രത്യേകത? മനുഷ്യ ശരീരത്തിലെ ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്. എന്താണ് ഐച്ഛിക പ്രവർത്തനം? ഐച്ഛിക പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധി, ചിന്ത, ഭാവന, വികാരം, വിചാരം ഇതിന്റെ എല്ലാം പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നത് ആരാണ്? സെറിബ്രമാണ്. ബുദ്ധി, ചിന്ത, ഭാവന എന്നിവയൊക്കെ നിയന്ത്രിക്കുന്നത് ആരാണ്? സെറിബ്രമാണ്. മനുഷ്യനെ മറ്റു മൃഗങ്ങളിൽ നിന്നും മാറ്റുന്നതും സെറിബ്രമാണ്. മനുഷ്യനെ മറ്റു മൃഗങ്ങളിൽ നിന്നും വേർതിരിക്കുന്ന ഒരേ ഒരു അവയവം ഏതാണ്? സെറിബ്രം. അവർക്കൊന്നും ബുദ്ധിയും ചിന്തയും ഭാവനയൊന്നും ഇല്ലല്ലോ അല്ലെ. പിന്നെ നല്ലൊരു പോയിന്റ് പറയട്ടെ, സെറിബ്രത്തിലെ ഏറ്റവും അപ്പൊ ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ഏതാണ്? സെറിബ്രമാണ്. നമ്മള് ഇപ്പൊ ഒരു ചിത്രത്തിന്റെ പേര് പറയുന്നു. ഞാൻ ചിത്രം ഇന്ത്യ ഭൂപടം എന്ന് നിങ്ങളോട് പറയാം. അപ്പോഴത്തേക്ക് ആ ഭൂപടം മനസ്സിലേക്ക് തെളിയുന്നു. ഇത് സെറിബ്രത്തിലെ വെർണിക്സ് ഏരിയ എന്ന് പറയുന്ന ഭാഗത്താണ്. അപ്പൊ ഒരു ചിത്രത്തിന്റെ പേര് പറയുമ്പോൾ തന്നെ ആ ചിത്രം മനസ്സിലേക്ക് തെളിയുന്ന സെറിബ്രത്തിന്റെ ഭാഗം ഏതാണ്? വെർണിക്സ് ഏരിയ. ഇനി ബ്രോക്കസ് ഏരിയ ഉണ്ട്, തെറ്റിപ്പോണ്ട. ഒരു സംസാരശേഷിയുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ തെളിയുന്നത്. സംസാരശേഷിയുമായി ബന്ധപ്പെട്ട ഭാഗം സെറിബ്രത്തിലെ ഭാഗം ഏതാണ്? ബ്രോക്കസ് ഏരിയ. സോ ബ്രോക്കസ് ഏരിയ ഇത്ര ഓർത്ത് വെച്ചിരിക്കുമല്ലേ. ധാരാളം മടക്കുകളും ചാലുകളും ഒക്കെ നമ്മുടെ സെറിബ്രത്തിനാണ്. അപ്പൊ മനുഷ്യ ശരീരത്തിലെ മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം സെറിബ്രം. ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതും ബുദ്ധി, ചിന്ത, ഭാവനയൊക്കെ നിയന്ത്രിക്കുന്നത് സെറിബ്രമാണ്. അപ്പൊ നിങ്ങൾ ചോദിച്ചാണ് അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? മെഡുല ഓബ്ലോങ്കേറ്റ അല്ലെ. മെഡുല. എന്താ അനൈച്ഛിക പ്രവർത്തനം?
അത് നേരത്തെ ഞാൻ പറഞ്ഞു ഐച്ഛികം എന്ന് പറഞ്ഞാൽ ബുദ്ധി, ചിന്ത, ഭാവന. അനൈച്ഛികമാകുമ്പോ അകത്ത് കിടക്കുന്ന ഏതാ? ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നീ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? മെഡുല ഓബ്ലോങ്കേറ്റ. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നീ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാണ്? മെഡുല ഓബ്ലോങ്കേറ്റ. ഇയാൾക്ക് വേറൊരു ധർമ്മമുണ്ട്. നമ്മുടെ ചുമ, തുമ്മല്, ഛർദി ഇതൊക്കെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം. ചുമ, തുമ്മൽ, ഛർദി ഇതൊക്കെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗവും ഏതാണ്? മെഡുല ഓബ്ലോങ്കേറ്റ. അത്രയും നല്ലതാണ്. അപ്പൊ നിങ്ങളുടെ മറ്റേതും കൂടെ പറയാം. സെറിബെല്ലം പറയട്ടെ. മദ്യം ബാധിക്കുന്ന തലച്ചോറിലെ ഭാഗം. മദ്യം ബാധിക്കുന്ന തലച്ചോറിലെ ഭാഗം ഏതാണ്? സെറിബെല്ലം. മനുഷ്യ ശരീരത്തിലെ മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ അവയവവും സെറിബെല്ലമാണ്. ഇവർക്ക് രണ്ട് പ്രധാന ധർമ്മങ്ങളുണ്ട്. പറയട്ടെ, രണ്ട് പ്രധാന നമ്മുടെ മനുഷ്യ ശരീരത്തിലെ തുലനാവസ്ഥ നിയന്ത്രിക്കുന്ന അവയവം. ശരീരത്തിന്റെ തുലനാവസ്ഥ നിയന്ത്രിക്കുന്നത് സെറിബെല്ലമാണ്. ഇനി പറയട്ടെ, പേശി പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലം. ഉണ്ടോ? രണ്ട് ധർമ്മങ്ങൾ പഠിച്ചേ. ഏതൊക്കെയാണ്? ശരീരത്തിന്റെ തുലനാവസ്ഥ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലം, പേശി പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലം. കിട്ടുമല്ലോ. ഇനി നല്ലൊരു വിശേഷണം ഉണ്ടേ, ലിറ്റിൽ ബ്രെയിൻ. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? സെറിബെല്ലം ആണ്. മദ്യം ബാധിക്കുന്ന തലച്ചോറിലെ ഭാഗം സെറിബെല്ലമാണ്. ഇനി ഏതാ പറഞ്ഞത്? നമ്മള് സെറിബ്രം പഠിച്ചു, സെറിബെല്ലം പഠിച്ചു, മെഡുല ഓബ്ലോങ്കേറ്റ പഠിച്ചു. പിന്നെ ഏതാണ്? തലാമസ്. തലാമസിന് നല്ലൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? നമ്മുടെ തലാമസിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന വേദനാ സംഹാരികൾ പ്രവർത്തിക്കുന്നത്. നമ്മൾ ഏതെങ്കിലും തലവേദനയൊക്കെ വന്നാൽ ഗുളിക എടുത്ത് കഴിക്കുമല്ലോ. അങ്ങനെ വേദനാ സംഹാരികൾ പ്രവർത്തിച്ച് ഇല്ലാതാക്കി ആ വേദനയെ മാറ്റുന്നത് തലാമസുകാരാണ്. അപ്പൊ വേദനാ സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിലെ ഭാഗം ഏതാണ്? തലാമസ്. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് ചോദ്യം എന്താ? നമ്മൾ ഉറങ്ങുമ്പോൾ നിശ്ചിത മണിക്കൂർ അങ്ങ് ഉറങ്ങത്തില്ലേ? അനക്കോ ആവിയില്ലാതെ ഉറങ്ങത്തില്ലേ? അത് തന്നെ. തലച്ചോറിലെ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ ഒന്നും അവിടെ കടത്തി വിറ്റത്തില്ല. ഇവരൊരു സെക്യൂരിറ്റി ഗാർഡായിട്ട് തടഞ്ഞു നിർത്തും. ഉറക്ക സമയത്ത് തലച്ചോറിലേക്ക് സെറിബ്രത്തിലേക്ക് പോകുന്ന ആവേഗങ്ങളെ തടഞ്ഞു നിർത്തുന്ന ഭാഗം ഏതാണ്? അതും തലാമസ് ആണ്. വേദനാ സംഹാരികൾ പ്രവർത്തിക്കുന്നത് ഏതാ? തലാമസ്. തലാമസിനൊരു വിശേഷണമുണ്ട്, റിലേ സ്റ്റേഷൻ. മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ എന്ന് വിളിക്കുന്നത് ആരാണ്? തലാമസ് ആണ്. ഇനി ഒരെണ്ണം കൂടെ പറ, ഹൈപ്പോ തലാമസ്. എളുപ്പമാണ്. ഹൈപ്പോ തലാമസിന് എന്തൊക്കെയാണെന്നറിയാമോ? നമ്മുടെ ശരീര ഊഷ്മാവ് നിയന്ത്രിക്കുന്നു, ശരീരത്തിൽ ജലത്തിലെ അളവിനെ നിയന്ത്രിക്കുന്നു, പിന്നെ വിശപ്പ്, ദാഹം, ലൈംഗിക ആസക്തി എന്നിവയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് ഹൈപ്പോ തലാമസ്. എന്തൊക്കെ പറഞ്ഞടേ? ഒന്ന്, ശരീര ഊഷ്മാവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം. രണ്ട്, ശരീരത്തിലെ ശരീര ഊഷ്മാവ് പറഞ്ഞു. ശരീരത്തിലെ ജലത്തിന്റെ അളവിനെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഹൈപ്പോ തലാമസ്. മൂന്നാമത്തത് ഇമ്പോർട്ടന്റ്, വിശപ്പ്, ദാഹം, ലൈംഗിക ആസക്തി എന്നിവയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ഹൈപ്പോ തലാമസ്. സെറ്റാണല്ലോ. ഇതിന്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾ സുഷുമ്നയും കൂടെ അങ്ങ് പഠിച്ചു വെച്ചേരേ. മസ്തിഷ്കത്തിന്റെ കൂടെ വരുന്ന സുഷുമ്നെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നതും മെനിഞ്ചസാ. നേരത്തെ നമ്മൾ പഠിച്ചു. തലച്ചോറിനെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നതും മെനിഞ്ചസ് ആണ്, സുഷുമ്നെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നതും മെനിഞ്ചസ് ആണ്. നമ്മളെ റിഫ്ലക്സ് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ഏതാണ്? ഈ മെനിഞ്ചസ്. നിങ്ങൾ ചോദിക്കും, എന്താ സാറേ റിഫ്ലക്സ്, എന്താ ഉദ്ദീപനം എന്നൊക്കെ. നമ്മളൊരു തീക്കൊള്ളി കൊണ്ടുവന്ന് നിങ്ങളെ കയ്യിലോട്ട് കൊത്തുമ്പോൾ അയ്യോ എന്ന് വിളിക്കത്തില്ലേ നിങ്ങൾ? അത് തന്നെ. റിഫ്ലക്സ് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? സുഷുമ്നയാണ്. അതൊന്ന് ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ അല്ലേ? അപ്പൊ ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് സെറിബ്രം, അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് മെഡുല ഓബ്ലോങ്കേറ്റ. തലച്ചോറിലെ രണ്ട് രോഗത്തിന്റെ പേര് പറഞ്ഞേ. സെറിബ്രൽ ഹെമറേജും സെറിബ്രൽ ത്രോംബോസിസും. രക്തക്കുഴലുകൾ പൊട്ടുന്നത് സെറിബ്രൽ ഹെമറേജ്, രക്തക്കുഴലുകൾ കട്ടിപിടിക്കുന്നത് സെറിബ്രൽ ത്രോംബോസിസ്. അടുത്തതാണ് നേരത്തെ ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ. വർണ്ണാന്തത പരിഹരിക്കുന്ന ടെസ്റ്റ് ഇഷിഹാര ടെസ്റ്റ്. നിശാന്തത പരിഹരിക്കുന്നത് റോസ് ബംഗാൾ ടെസ്റ്റ്. നിശാന്തത പരിഹരിക്കുന്ന ടെസ്റ്റ് ഏതാണ്? റോസ് ബംഗാൾ. ഞാൻ 2-3 ടെസ്റ്റുകൾ ചോദിച്ചോട്ടെ, കിട്ടുമെന്ന് നോക്കെ. ക്യാൻസർ നിർണയ ടെസ്റ്റ് ഏതാണ്? ക്യാൻസർ നിർണയം ബയോപ്സി. ബയോപ്സിക്ക് അയച്ചു എന്നല്ലേ പറയുന്നത്. ഇനി എടുത്തു ചോദിക്കൂടെ, ഗർഭാശയ ക്യാൻസർ. ക്യാൻസർ നിർണ്ണയിക്കുന്നത് ഏതാണ്? ഗർഭാശയ ക്യാൻസർ നിർണ്ണയിക്കുന്നത് പാപ്സ്മിയർ ടെസ്റ്റ്. ഗർഭാശയ നിർണയ ടെസ്റ്റ് ഏതാണ്?
പാപ്പ് സ്മിയർ ടെസ്റ്റ്. സ്തനാർബുദം ഏതാന്ന് ചോദിച്ചിട്ടുണ്ട്. മാമോഗ്രാഫി ടെസ്റ്റ്. സ്തനാർബുദത്തിന്റെ ടെസ്റ്റ് ഏതാണ്? മാമോഗ്രാഫി ടെസ്റ്റ്. ക്യാൻസർ ഏതാ? ബയോപ്സി. എന്നാ ക്യാൻസർ ദിനം ഫെബ്രുവരി 4. ക്യാൻസർ ദിനം എന്നാണ് ഫെബ്രുവരി 4. തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2 അല്ലേ? ആണ്. തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2, ക്യാൻസർ ദിനം ഫെബ്രുവരി 4 ആണ്. ഓക്കെ, അപ്പം ക്യാൻസർ 2 പഠിച്ചേ. ഗർഭാശയ ക്യാൻസർ പാപ്സ്മിയർ ടെസ്റ്റും സ്തനാർബുദം മാമോഗ്രാഫി. ഇനി ഈ എയ്ഡ്സ് നിർണയ ടെസ്റ്റ് ഏതാണ്? എയ്ഡ്സ് നിർണയം അത് ഒത്തിരി ഉണ്ട് അല്ലേ? എലിസ ടെസ്റ്റ്, നേവ ടെസ്റ്റ്, PCR, സദേൺ ബ്ലോട്ട്, വെസ്റ്റേൺ ബ്ലോട്ട് അല്ലെ? ഇതൊക്കെ എയ്ഡ്സ് ആണ്. നിങ്ങളോട് എടുത്തു കാണും ചോദിക്കും എയ്ഡ്സ് സ്ഥിരീകരണ ടെസ്റ്റ് ഏത്? അങ്ങനെ ചോദിച്ചാൽ വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് പറഞ്ഞാൽ മതിയുടെ. അപ്പൊ എയ്ഡ്സ് നിർണയം ഒത്തിരി ഉണ്ട്. എയ്ഡ്സ് നിർണയിക്കുന്ന ഏതാ? എലിസ ടെസ്റ്റ്, നേവ ടെസ്റ്റ്, PCR, സദേൺ ബ്ലോട്ട്, വെസ്റ്റേൺ ബ്ലോട്ട്, ഇങ്ങനെയൊക്കെ പറയാം. അതിൽ നിങ്ങളോട് എടുത്തങ്ങാണ് ഒരു വരി ചോദിക്കും എയ്ഡ്സ് സ്ഥിരീകരണ ടെസ്റ്റ്. അതിനെ വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് എന്ന് പറയുന്നതാണ് അല്ലെ? ലോകത്ത് ആദ്യമായി എയ്ഡ്സ് കണ്ടുപിടിച്ചത് എവിടാണ്? അമേരിക്കയിൽ 1981. അപ്പൊ ലോകത്ത് ആദ്യമായി എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തത് 1981 അമേരിക്കയിലാണ്. ഇന്ത്യയിൽ എവിടാണ്? ഇന്ത്യയിൽ 86 ചെന്നൈയിൽ എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തത്. 86 ചെന്നൈയിൽ. കേരളത്തിൽ എവിടാ? 87 തിരുവല്ലയിൽ. എയ്ഡ്സ് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിൽ 87ലാണ് എയ്ഡ്സ്. എന്നാ എയ്ഡ്സ് ദിനം ഡിസംബർ 1 അല്ലെ? ഡിസംബർ 1. എയ്ഡ്സിന്റെ ചിഹ്നം എന്താ? ചുവന്ന റിബൺ. എയ്ഡ്സിന്റെ മരുന്ന് ഏത് ചെടിയിൽ നിന്നാണെന്ന് ചോദിച്ചിട്ടില്ലേ? എയ്ഡ്സിന്റെ മരുന്ന് നിർമ്മിക്കുന്നത് കറുത്ത മൾബറിയിൽ നിന്നാണ്. എയ്ഡ്സിന്റെ മരുന്ന് നിർമ്മിക്കുന്നത് ഏത് ചെടിയിൽ നിന്നാണ്? കറുത്ത മൾബറിയിൽ നിന്ന്. ആ മരുന്നിന്റെ പേര് പറഞ്ഞേ. എയ്ഡ്സിന് ഉപയോഗിക്കുന്ന മരുന്നിന്റെ പേര് ബ്യൂട്ടൈൻ അസിഡോതൈമിഡിൻ. എയ്ഡ്സിന് ഉപയോഗിക്കുന്ന മരുന്ന് ഏതാണ്? ബ്യൂട്ടൈൻ അസിഡോതൈമിഡിൻ ആണ്. കിട്ടുമല്ലോ? അത് നല്ലൊരു പോയിന്റ് ആയിരുന്നു അല്ലെ? എയ്ഡ്സ് ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? ശരീരത്തിലെ ഏത് അവയവത്തെ എയ്ഡ്സ് ബാധിക്കുന്നത്? ലിംബോസൈറ്റുകളെ. അപ്പൊ എയ്ഡ്സ് ബാധിക്കുന്ന അവയവം ലിംബോസൈറ്റുകൾ. എയ്ഡ്സിന്റെ മരുന്ന് ഏത് ചെടിയിൽ നിന്നും? കറുത്ത മൾബറിയിൽ നിന്നും. എയ്ഡ്സിന്റെ മരുന്നിന്റെ പേരെന്താണ്? ബ്യൂട്ടൈൻ അസിഡോതൈമിഡിൻ. ഓക്കെ, അപ്പൊ വർണ്ണാന്തത പരിഹരിക്കുന്ന ടെസ്റ്റ് ഇഷിഹാര ടെസ്റ്റ്. ഞാൻ വേറൊന്നും ചോദിച്ചോട്ടെ. ബിലുറുബിൻ ടെസ്റ്റ് ഏതാണ്? ബിലുറുബിൻ ടെസ്റ്റ് മഞ്ഞപ്പിത്തത്തിന്റെ നിർണയം ഏതാണ്? ബിലുറുബിൻ ടെസ്റ്റ്. വേറൊന്നും പറയട്ടെ. ടൂർണിക്കറ്റ് ടെസ്റ്റ് എന്താണ്? ടൂർണിക്കറ്റ് ടെസ്റ്റ്. ഡെങ്കിപ്പനി നിർണയ ടെസ്റ്റ് ഏതാണ്? ടൂർണിക്കറ്റ് ടെസ്റ്റ്. ഷിക്ക് ടെസ്റ്റ് ഏതാ? നേരത്തെ ഞാൻ പറഞ്ഞു തന്നു. ഷിക്ക് ടെസ്റ്റ് അത് ഡിഫ്തീരിയ. വൈഡൽ ടെസ്റ്റ് ടൈഫോയിഡ്. ഈ ഹിസ്റ്റാമിൻ, ലെപ്രാമിൻ, ഈ ടെസ്റ്റ് ഒക്കെ ഏതാണ്? ഹിസ്റ്റാമിൻ ടെസ്റ്റ്, ലെപ്രാമിൻ, കുഷ്ഠം. കേട്ടോ, ഹിസ്റ്റാമിനും ലെപ്രാമിനും ഒക്കെ ഏതാണ്? കുഷ്ഠം. മാൻഡോക്സ് ടെസ്റ്റ് ഏതാണെന്നറിയാമോ? മാൻഡോക്സ് ടെസ്റ്റ് ക്ഷയമാണ്. ഏതാണ്? ക്ഷയമാണ്. കള്ളം കണ്ടുപിടിക്കുന്നതിന് നടത്തുന്ന ടെസ്റ്റ് അല്ലേ പോളിഗ്രാഫ് ടെസ്റ്റ്. നമ്മൾ പഠിച്ചിട്ടില്ലേ? കള്ളം കണ്ടുപിടിക്കുന്നതുമായി ബന്ധപ്പെട്ടത് ഏതാണ്? പോളിഗ്രാഫ് ടെസ്റ്റ്. ഓർത്ത് വെച്ചിരിക്കണേ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഗ്ലൂക്കോസിന്റെ സാധാരണ അളവ് എത്രയാണ്? നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ സാധാരണ അളവ്. ഗ്ലൂക്കോസ് എന്ന് പറയുമ്പോൾ രക്തത്തിലാണ് നമ്മുടെ ഗ്ലൂക്കോസ് അല്ലെ? അവിടെ വേണമെങ്കിൽ ആ വേടും രക്തത്തിലെ ചിലപ്പോൾ എഴുതാൻ വിട്ടുപോയി, ഞാൻ എഴുതി കൊടുത്തയാ, ചിലപ്പോൾ എഴുതി തെറ്റിയതായിരിക്കും. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ സാധാരണ അളവ് എത്ര മതിയുടെ? 70-110 mg ആണ്. 70-110. നമ്മള് ഷുഗർ ഒക്കെ ഉണ്ടോ എന്ന് നോക്കാൻ പോകത്തില്ലയുടെ. അപ്പൊ 70-110 mg ആണ് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ സാധാരണ അളവ്. ഇതും കൂടെ പഠിച്ചേരടെ. രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് 9-11 mg മതിയുടെ. രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് ഏതാണ്? 9-11 mg ആണ്. അത് കേട്ടപ്പോ എന്തെങ്കിലും വന്നായിരുന്നോടോ? അതായത് രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുന്ന ഒരു ഹോർമോൺ ആണ് പാരാതെർമോൺ ഹോർമോൺ. കേട്ടോ, പാരാതെർമോൺ. അതായത് പാരാതൈറോയിഡ് ഗ്രന്ഥി. തൈറോയിഡ് ഗ്രന്ഥിയുടെ ബാക്കിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രന്ഥിയാണ് പാരാതൈറോയിഡ്. രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുന്ന ഹോർമോണിന്റെ പേരെന്താണ്? പാരാതെർമോൺ ഹോർമോൺ ആണ്. ഈ പാരാതെർമോണിന്റെ കുറവ് മൂലം ഉണ്ടാവുന്ന ഒരു രോഗമാണ് ടെറ്റനി. കേട്ടോ, ടെറ്റനി. പാരാതെർമോണിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ടെറ്റനി. പേശികളെ ബാധിക്കുന്നതാ. ടെറ്റനി ബാധിക്കുന്നത് പേശികൾ. എന്താ മടുത്തോ? സയൻസ് കേട്ട് മടുത്ത് കാണും അല്ലേ? എനിക്കും ഒക്കെ കലിയാണ് ഈ സയൻസ്. ഞാനാണ് ഈ ഹിസ്റ്ററി, ജിയോഗ്രഫി, ഭരണഘടന, ഇതൊക്കെയാണ് ഞാൻ കൂടുതലും. നിങ്ങൾക്കും ഒക്കെ മടുത്താണ്. ആദ്യ സാർ അയ്യോ ഇതെന്തുവാ സാറ് പറഞ്ഞു അതേതായിരിക്കും അല്ലേ? എന്നാലും നോക്കട്ടെ, ഇടയ്ക്കിടയ്ക്കൊന്ന് സയൻസ് കൂടെ തരണം. ആരാണ്ടൊക്കെ കമന്റ് ബോക്സിൽ ഇട്ടത് കൊണ്ടാണ് ഇന്നൊരിച്ചിരി സയൻസ് കൊണ്ടുവന്നത്. ചിലവർക്കൊരു ബോറായി തോന്നി.
എനിക്ക് സയൻസ് പഠിപ്പിക്കുന്നേ ബോറ. കാരണം സയൻസ് സാറുമാര് കേട്ടാൽ വഴക്ക് പറയുമോ എന്നൊരു പേടിയുണ്ട്. ഇങ്ങനെയാണോ പഠിപ്പിക്കണ്ടേ എന്നൊക്കെ ചോദിക്കുക. എനിക്ക് സയൻസ് വലിയ ടച്ചില്ല. എന്നാലും നിങ്ങൾ കുറെ പേർക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യം ഒന്ന് ഇമ്പോർട്ടന്റ് ആക്കി തരുന്നതേ ഉള്ളേ. രക്തത്തിലെ ഗ്ലൂക്കോസിലെ സാധാരണ അളവ് എത്രയാണ്? 70, 110. അപ്പൊ രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് എത്രയാണ്? കാൽസ്യത്തിന്റെ അളവ് 9, 11 അല്ലേ? ഇനി നല്ലൊരു ചോദ്യം ചോദിക്കട്ടെ. നേരത്തെ ഞാൻ ഡയബറ്റിസ് ഇൻസിപ്പിഡസും ഡയബറ്റിസ് മെലിറ്റസും പറഞ്ഞു തന്നെ. ഈ ഇൻസുലിൻ, കണ്ണുനീര് ഇതിലൊക്കെ അടങ്ങിയിരിക്കുന്ന ലോകം ഏതാണെന്നറിയാമോടെ? ഇൻസുലിൻ, കണ്ണുനീര് ഇതിലൊക്കെ സിങ്ക് ആണ്. ഇൻസുലിനും കണ്ണുനീരിലും ഒക്കെ അടങ്ങിയിരിക്കുന്നത് ആരാണ്? സിങ്ക്. ആരാണ് ഇൻസുലിൻ കണ്ടുപിടിച്ചത്? ഇൻസുലിൻ കണ്ടുപിടിച്ചത് ഫെഡറിക് ബാൻഡിങ്ങും ചാൾസ് ബെസ്റ്റും. ഫെഡറിക് ബാൻഡിങ്, ചാൾസ് ബെസ്റ്റ്. നമുക്ക് അവിടെ ഒരു പഠിക്കാൻ നല്ലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് ഇൻസുലിൻ കണ്ടുപിടിച്ച ഫെഡറിക് ബാൻഡിങ്ങിന്റെ ജന്മദിനമാണ് നമ്മൾ പ്രമേഹ ദിനമായിട്ട് പറയുന്നത്. ലോക പ്രമേഹ ദിനമില്ലോടെ നവംബർ 14 ശിശുദിനം അല്ലെ? പ്രമേഹ ദിനവും നവംബർ 14, ശിശുദിനവും നവംബർ 14. അപ്പൊ ഇൻസുലിൻ കണ്ടുപിടിച്ച ഫെഡറിക് ബാൻഡിങ്ങിന്റെ ജന്മദിനമാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? പ്രമേഹ ദിനം അഥവാ ഡയബറ്റിസ് ഡേ എന്ന് വിളിക്കുന്നത്. എന്താ? ശിശുദിനത്തിന്റെ അന്ന് തന്നെ, നവംബർ 14. അപ്പൊ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ സാധാരണ അളവ് 70, 110. രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് 9, 11. രക്തത്തിലെ കാൽസ്യത്തിന്റെ കാൽസ്യത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുന്ന ഹോർമോൺ ഏതാ? പാരാതെർമോൺ. പാരാതെർമോണിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാ? ടെറ്റനി. ടെറ്റനി ബാധിക്കുന്നത് എവിടെയാണ്? പേശികളെ. സെറ്റാണല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം ദാണ്ട ഞാൻ നേരത്തെ പറഞ്ഞു തന്ന ക്വസ്റ്റ്യൻ. ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമം പരിപാലിക്കുന്ന ഗ്രന്ഥി പൈനിയൽ ഗ്രന്ഥിയാണ്. ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമം പരിപാലിക്കുന്ന ഞാൻ പറഞ്ഞു തന്നായിരുന്നല്ലോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. പൈനിയൽ ഗ്രന്ഥി ഉത്പാദിപ്പിക്കുന്ന 2 ഹോർമോൺ, മെലാറ്റോണിൻ, സെറാട്ടോണിൻ. ഉറങ്ങാൻ സഹായിക്കുന്നത് മെലാറ്റോണിൻ. മനുഷ്യന്റെ വൈകാരിക അവസ്ഥയെ സഹായിക്കുന്നത് സെറാട്ടോണിൻ. ഓക്കെ, അത് ഞാൻ പറഞ്ഞു തന്നായിരുന്നു. അടുത്ത നോക്കാം. ദാണ്ട വരുന്ന അടുത്തൊരു ഹോർമോൺ. ഓക്കെ, ഹോർമോൺ കേട്ട് മടുത്താണ്. നമ്മുടെ ഗർഭപാത്രത്തിലെ സങ്കോചത്തിനും പ്രസവം സുഗമമാക്കാനും സഹായിക്കുന്ന ഹോർമോൺ. ഗർഭിണികളൊക്കെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഡോക്ടർമാർ ഈ ഹോർമോണെ കുത്തിവെക്കുന്നതും ഇത് ചെയ്യാറുണ്ട് അല്ലെ? അതായത് ഗർഭപാത്രത്തിലെ സങ്കോചത്തിനും പ്രസവം സുഗമമാക്കാനും സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? ഓക്സിറ്റോസിൻ. അടുത്ത ഓക്കെ, ഗർഭാശയത്തിന്റെ വളർച്ച, ഗർഭധാരണത്തിനും ഭ്രൂണത്തെ നിലനിർത്താനും അതിന് സഹായിക്കുന്ന ഹോർമോൺ പ്രൊജസ്റ്ററോൺ ആണ്. പ്രൊജസ്റ്ററോൺ സ്ത്രീകളിലുള്ള ഹോർമോൺ ആണ്. ഗർഭാശയ വളർച്ചയ്ക്കും ഗർഭധാരണത്തിനും ഭ്രൂണത്തെ നിലനിർത്താനും സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? പ്രൊജസ്റ്ററോൺ. മുലപ്പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ പറഞ്ഞേ? പ്രൊലാക്റ്റിൻ. മുലപ്പാൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഏതാണ്? പ്രൊലാക്റ്റിൻ. അപ്പൊ ഓക്സിറ്റോസിനും പ്രൊജസ്റ്ററോണും പ്രൊലാക്റ്റിനും മൂന്നും സ്ത്രീകളുമായി ബന്ധപ്പെടുന്നു അല്ലെ? ഗർഭാശയത്തിന്റെ ഗർഭപാത്രത്തിന്റെ സങ്കോചം, പ്രസവം സുഗമമാക്കാൻ ഓക്സിറ്റോസിൻ. ഗർഭാശയ വളർച്ചയ്ക്കും ഗർഭധാരണത്തിനും ഭ്രൂണത്തെ നിലനിർത്താനും പ്രൊജസ്റ്ററോൺ. മുലപ്പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ പ്രൊലാക്റ്റിൻ. ഓക്കെ, സെറ്റ് ആണല്ലോ. അടുത്ത നല്ലൊരു ക്വസ്റ്റ്യനിലൊക്കെ ഓക്കെ, സയൻസ് തീർന്നു. 10 ചോദ്യം പറഞ്ഞോളൂ. സയൻസിലേക്ക് പോയി അല്ലേ? ഇനി നമുക്ക് കുറച്ച് സ്പോർട്സിലേക്ക് പോവാടെ. നമുക്ക് കുറച്ച് സ്പോർട്സ് നോക്കാം. ഓക്കെ, സന്തോഷ് ട്രോഫി ഫുട്ബോൾ അല്ലേ? ഇന്ത്യയുടെ ലോകകപ്പ് ഫുട്ബോൾ എന്ന് വിളിക്കുന്നത് സന്തോഷ് ട്രോഫി അല്ലേ? ആണ്. ഇന്ത്യയുടെ ലോകകപ്പ് ഫുട്ബോൾ എന്ന് വിളിക്കുന്നത് തന്നെ സന്തോഷ് ട്രോഫിയാണ്. 1941 സന്തോഷ് ട്രോഫി തുടങ്ങിയത്. അപ്പൊ സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റ് തുടങ്ങിയ വർഷം എന്നാണ് 41. അതായത് ബംഗ്ലാദേശിലെ ഒരു സ്ഥലമാണ് സന്തോഷ്. ഇപ്പം പണ്ട് ഇന്ത്യയിലായിരുന്നല്ലോ ബംഗ്ലാദേശ്. അപ്പം ബംഗ്ലാദേശിലെ ഒരു സ്ഥലമാണ് സന്തോഷ് എന്ന് പറയുന്ന ഒരു നാട്ടുരാജ്യം. അവിടുത്തെ രാജാവായ മന്മഥനാഥ റായി റോയി ചൗധരിയുടെ ഓർമ്മയ്ക്കായിട്ടാണ് അന്ന് സന്തോഷ് ട്രോഫി തുടങ്ങിയത്. അന്നത്തെ നാട്ടുരാജ്യത്തിന്റെ പേരാണ് സന്തോഷ് കേട്ടോ. അപ്പം ആരുടെ ഓർമ്മയ്ക്കായിട്ടാണ് സന്തോഷ് ട്രോഫി ഫുട്ബോളിന് ആ പേര് നൽകിയത്? മന്മഥനാഥ റോയി ചൗധരിയുടെ ഓർമ്മയ്ക്ക്. എന്നാ സന്തോഷ് ട്രോഫി തുടങ്ങിയത് 41. 2ാം സ്ഥാനം കിട്ടുന്നവർക്ക്, അതായത് റണ്ണേഴ്സ് അപ്പിന് കൊടുക്കുന്നത് കമലാ ഗുപ്ത ട്രോഫിയും 3ാം സ്ഥാനം സാംബാജി കപ്പ് എന്നാണ് വിളിക്കുന്നത്. സംഭാഗി എന്നും പറയാം, സാംബാജി കപ്പ് എന്നും പറയാം മലയാളത്തിൽ കേട്ടോ. അപ്പൊ എന്നാണ് സന്തോഷ് ട്രോഫി തുടങ്ങിയത്? 41. 2ാം സ്ഥാനം കമലാ ഗുപ്ത ട്രോഫി, 3ാം സ്ഥാനം സാംബാജി കപ്പ്. ഏറ്റവും ആദ്യം കിട്ടിയത് ആർക്കാണെന്നറിയാമോ? സന്തോഷ് ട്രോഫി ആദ്യം കിട്ടിയത് ബംഗാളിനാണ്. ഏറ്റവും കൂടുതൽ തവണ കിട്ടിയത് ബംഗാളിന്. കഴിഞ്ഞ വർഷം കിട്ടിയതും ബംഗാളിനല്ലേ അല്ലേ? സന്തോഷ് ട്രോഫി ടൂർണമെന്റ് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത് ബംഗാളിന്. നമുക്കൊന്ന് നോക്കാം. കേരളത്തെ കുറിച്ച് ആദ്യമായി സന്തോഷ് ട്രോഫി കിരീടം നേടിയത് കേരളം. കേരളം എത്ര തവണ നേടി എന്ന് പഠിച്ചു വെച്ചിരിക്കണേ? 7 തവണ കേരളം കയറിയിട്ടുണ്ട് കേട്ടോ. 73,
നോക്കിയാല് 91, 92, 92, 93, 2001, 2002 അങ്ങനെയല്ലേ നമ്മൾ പറയൂ. അന്നേരം 2004, 2005, 2017, 18, 21, 22. അപ്പൊ കേരളം എത്ര തവണ നേടിയത്? 7 തവണ. ആദ്യം ലഭിച്ചതെന്ന 71, 91, 91, 92, 2001, 2004, 2017, 2021. കേരളം കഴിഞ്ഞ പ്രാവശ്യത്തെ സന്തോഷ് ട്രോഫി ജേതാക്കൾ 28ാമത്തെ സന്തോഷ് ട്രോഫി. ഇതൊക്കെ പഠിച്ചു നോക്കണേ. 28ാമത്തെ സന്തോഷ് ട്രോഫിയാണ് നടന്നത്. ബംഗാളിനാണ് ലഭിച്ചത്. നടന്നത് ഹൈദരാബാദിൽ വെച്ചാണ്. സന്തോഷ് ട്രോഫി നടന്നത് എവിടെ വെച്ചാണ്? ഹൈദരാബാദിൽ വെച്ച്. കഴിഞ്ഞ പ്രാവശ്യത്തെ എത്രാമത്തെയാ? 28ാമത്തെ സന്തോഷ് ട്രോഫി ആർക്കാണ് ലഭിച്ചത്? പശ്ചിമ ബംഗാളിനാണ് സന്തോഷ് ട്രോഫി ലഭിച്ചത്. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കണേ. അടുത്ത ചോദ്യം, പാരാ ഒളിമ്പിക്സിൽ സ്വർണം നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത അവനി ലഖാരയാണ്. അവനി ലഖാര 10 മീറ്റർ എയർ റൈഫിൾ വിഭാഗം. അവർക്കൊരു പ്രത്യേകതയുണ്ടേ. പാരാമീറ്റർ 2 മെഡൽ, ഒളിമ്പിക്സിൽ 2 മെഡൽ കഴിഞ്ഞ പ്രാവശ്യവും കിട്ടി, ഈ പ്രാവശ്യത്തെ ഒളിമ്പിക്സിലും അവർക്ക് കിട്ടി. അതുകൊണ്ട് പാരാ ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതയും അവനി ലഖാരയാണ്. അവനി ലഖാര. പക്ഷെ ഈ പ്രാവശ്യത്തെ പാരാ ഒളിമ്പിക്സ് ഇല്ലായിരുന്നു 2020. അതിൽ 2 മെഡൽ നേടുന്ന ഒരു കായിക താരം ഉണ്ടായിരുന്നത്. അത് പ്രീതി പാൽ അത്ലറ്റിക്സിൽ കിട്ടി. കണ്ടോ, പാരാ ഒളിമ്പിക്സിൽ ആദ്യമായിട്ട് 2 മെഡൽ നേടുന്നത് കഴിഞ്ഞ പ്രാവശ്യവും ഈ പ്രാവശ്യമായിട്ട് ആരാ? അവനി ലഖാര. 10 മീറ്റർ എയർ റൈഫിൾസ് ആണ്. പക്ഷേ 2024 നടന്ന പാരാ ഒളിമ്പിക്സിൽ ഒരേ ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ കായിക താരം എന്ന് ചോദിച്ചാൽ പ്രീതി പാലാണ്. അത്ലറ്റിക്സ് താരമാണ്. അടുത്ത നല്ലൊരു ചോദ്യത്തിലേക്ക്. ഓക്കെ, ധ്യാൻ ചന്ദ് ഖേൽ രത്ന പുരസ്കാരം. ഇന്ത്യ ധ്യാൻ ചന്ദ്, ഇതേ സ്പെല്ലിങ്, ധ്യാൻ ചന്ദ് എന്നാണ്. ഇനി എന്നെ ചീത്ത വിളിക്കരുത്. ഇയാൾക്ക് എന്താ മലയാളം അറിഞ്ഞൂടെ എന്ന് ചോദിച്ചു കളയരുത്. അത് ഈ എഴുതുമ്പോൾ കമ്പ്യൂട്ടർ ചെയ്യുമ്പോൾ ഭയങ്കര പാടാണ് ഈ ചില വേർഡുകൾ കണ്ടെത്തുക. അതുകൊണ്ട് അങ്ങനെ പോകുന്നതാ സ്പെല്ലിങ്. നിങ്ങൾക്ക് അറിയാലോ അത് ധ്യാൻ ചന്ദ് ആണെന്ന്. ധ്യാൻ ചന്ദ് ഖേൽ രത്ന പുരസ്കാരം. പണ്ട് രാജീവ് ഗാന്ധി ഖേൽ രത്ന എന്നായിരുന്നു കേട്ടോ പേര്. ഇപ്പോഴാണ് പേര് മാറ്റിയത്. അപ്പൊ ധ്യാൻ ചന്ദ് ഖേൽ രത്ന പുരസ്കാരം ഇന്ത്യൻ കായിക രംഗത്ത് കൊടുക്കുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് ധ്യാൻ ചന്ദ് ഖേൽ രത്ന. ഇന്ത്യൻ കായിക രംഗത്ത് കൊടുക്കുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരം ഏതാണ്? ധ്യാൻ ചന്ദ് ഖേൽ രത്ന പുരസ്കാരം. ഖേൽ രത്ന പുരസ്കാര തുക 25 ലക്ഷം രൂപയാണ്. ഖേൽ രത്ന പുരസ്കാര തുക എത്രയാണ്? 25 ലക്ഷം. ആദ്യമായി കൊടുത്തു തുടങ്ങിയത് 91ലാണ്. 1991-92 കാലയിലെ 91-92 ഇങ്ങനെ നമ്മൾ പറയുന്നത് ആ കാലഘട്ടത്തിലെ മികവിനാണ്. 91-92ലാണ് ആദ്യമായിട്ട് ഖേൽ രത്ന പുരസ്കാരം. അതുകൊണ്ടാണ് നമുക്ക് PT ഉഷയ്ക്ക് കിട്ടിയിട്ടില്ല, ഷൈനി വിൽസന് കിട്ടിയിട്ടില്ല. അവർക്കൊന്നും കിട്ടാഞ്ഞത് അവരൊക്കെ 84-80 കാലഘട്ടമല്ലേ. അതുകൊണ്ടാണ് ഈ കൊടുക്കുന്നത് ആ കാലഘട്ടത്തിലെ ഏറ്റവും ഉയർന്ന വ്യക്തിക്ക്. അതുകൊണ്ട് അങ്ങനെ ആദ്യം ലഭിച്ചത് വിശ്വനാഥൻ ആനന്ദിനാണ്. അപ്പൊ ഖേൽ രത്ന പുരസ്കാരം ലഭിച്ച ആദ്യ വ്യക്തി ആരാണ്? വിശ്വനാഥൻ ആനന്ദ്. ആദ്യ വനിത കർണം മല്ലേശ്വരി. കേട്ടിട്ടുണ്ടോ കർണം മല്ലേശ്വരി? അതായത് ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത. വെങ്കല മെഡൽ ഭാരോദ്വഹനത്തിന് അല്ലെ, ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത കർണം മല്ലേശ്വരി. ഭാരോദ്വഹനത്തിൽ വെങ്കലം കിട്ടി. അപ്പൊ ഖേൽ രത്ന പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? കർണം മല്ലേശ്വരി. ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ആദ്യം ഇന്ത്യൻ വനിത ആരാണ്? കർണം മല്ലേശ്വരി. 3 മലയാളികൾക്ക് കൊടുത്തിട്ടുള്ളത്. ഖേൽ രത്ന പുരസ്കാരം ലഭിച്ച 3 മലയാളികൾ. KM ബീന മോൾ 2002. തൊട്ടടുത്ത വർഷവും മലയാളിക്ക അഞ്ജു ബോബി ജോർജ് 2003. പിന്നെ കുറേ വർഷം കഴിഞ്ഞു 2021 നമ്മുടെ PR ശ്രീജേഷിനും കിട്ടി. അപ്പൊ 2021 ആർക്ക് കിട്ടിയത്? PR ശ്രീജേഷിനും കിട്ടി. അപ്പൊ സമ്മാന തുക എത്രയാണ്? 25 ലക്ഷം രൂപ. ഇനി കഴിഞ്ഞ വർഷത്തെ ഖേൽ രത്ന പുരസ്കാരം 4 പേർക്ക് കൊടുത്തടേ. 2024 ഖേൽ രത്ന പുരസ്കാരം എത്ര പേർക്ക് കൊടുത്തടേ? 4 പേർക്ക്. 1 ഷൂട്ടിംഗ് താരമായ മനു ഫാക്കർ. 2 പുരുഷ ഹോക്കി ടീം ക്യാപ്റ്റനായ ഹർമൻ പ്രീത് സിംഗ്. 3 ലോക ചെസ് ചാമ്പ്യനായ D ഗുഗേഷ്. 4 പാരാ ഒളിമ്പിക്സ് സ്വർണ്ണ മെഡൽ ജേതാവായ ഹൈജമ്പ് താരം പ്രവീൺ കുമാർ. അപ്പൊ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും ഉയർന്ന കായിക ബഹുമതിയായ ഖേൽ രത്ന പുരസ്കാരം ലഭിച്ച 4 പേര് ആരൊക്കെയാണ്? 1 മനു ഫാക്കർ ഷൂട്ടിംഗ്, ഹർമൻ പ്രീത് സിംഗ്, D ഗുഗേഷ്, പ്രവീൺ കുമാർ. ഓക്കെ, ഹൈ ജമ്പ് താരമാണ്, പാരാ ഒളിമ്പിക്സ് താരമാണ്. ഓർത്തു വെച്ചിരിക്കണേ. 3 മലയാളികൾ. KM ബീന മോൾ, അഞ്ജു ബോബി ജോർജ്, PR ശ്രീജേഷ്. ഓക്കെ, സെറ്റാണ്. അടുത്ത 2014 നിലവിളി സമരവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകൻ വൈകുണ്ഠ സ്വാമികളാണ്. വൈകുണ്ഠ സ്വാമികൾ, മുടിചൂടും പെരുമാൾ എന്നറിയപ്പെടുന്നത് വൈകുണ്ഠ സ്വാമികളല്ലേ. ഇദ്ദേഹമാണ് സമബന്ധി ഭോജനം നടത്തിയത്. എല്ലാ ജാതിക്കാർക്കും വേണ്ടി ഉപയോഗിക്കാൻ ഒരു മുന്തിരി കിണർ കൊണ്ടുവന്നതും വൈകുണ്ഠ സ്വാമികളാണ്. പിന്നെ വൈകുണ്ഠ സ്വാമികളാണ് ശുചീന്ദ്രം ക്ഷേത്രത്തിലെ രഥത്തിന്റെ കയർ തന്റെ സഹപ്രവർത്തകരുമായി ചേർന്ന് പരസ്യമായി
വലിച്ച് ആചാര ലംഘനം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് വൈകുണ്ഠ സ്വാമികൾ. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം വൈകുണ്ഠ സ്വാമികളുടെ. നിഴൽ താങ്കൽ എന്ന ആരാധനാലയം വൈകുണ്ഠ സ്വാമികൾ. നിഴൽ താങ്കൽ എന്ന ആരാധനാലയം അലയം വൈകുണ്ഠ സ്വാമികൾ. അദ്ദേഹത്തിന്റെ 2 കൃതികളുടെ പേര് പറയട്ടെ. അഖിലത്തിരിട്ട് അമ്മാനെ അരുൾ. അഖിലത്തിരിട്ട് അമ്മാനെ അരുൾ എന്ന് പറയുന്നത് വൈകുണ്ഠ സ്വാമികളുടെയാണ്. നമ്മുടെ കേരളത്തിലെ നവോത്ഥാന സംഘടനകളിൽ ആദ്യത്തെ സംഘടന അദ്ദേഹത്തിന്റെയാണ്. സമത്വ സമാജം. ഏതായിരുന്നു ആദ്യത്തെ സംഘടന? സമത്വ സമാജം 1836. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ നവോത്ഥാന സംഘടന ഏതാണ്? സമത്വ സമാജം 1836. ആരുടെയാ? വൈകുണ്ഠ സ്വാമികൾ. നാഗർകോവിലെ സാമിത്തോപ്പിലാണ് ഇദ്ദേഹം ജനിച്ചത്. അപ്പൊ കൃതികളുടെ പേരുകൾ പറഞ്ഞയുടെ. അഖിലത്തിരിട്ട് അമ്മാനെ അരുൾ. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യമാരുടെ വൈകുണ്ഠ സ്വാമികൾ. മുന്തിരിക്കിണർ എന്ന ആശയം, നിഴൽ താങ്കൽ എന്ന ആരാധനാലയം, സമബന്ധി ഭോജനം, അതുപോലെ ആചാര ലംഘനം. പിന്നെ ചാനാർലകളെ പിന്തുണച്ച നവോത്ഥാന നായകനാരാ? വൈകുണ്ഠ സ്വാമികളാ. ചാനാർലകളെ പിന്തുണച്ച നവോത്ഥാന നായകനാരാണ്? വൈകുണ്ഠ സ്വാമികൾ. നല്ലൊരു ക്വസ്റ്റ്യൻ. അപ്പം സമത്വ സമാജം ഏത് വർഷം? 1836. ഓക്കെ, കുറച്ച് നവോത്ഥാന സംഘടനകൾ ചോദിച്ചോട്ടെ കേരളത്തിലെ. ഒന്ന് ഉത്തരം പറയാൻ പറ്റുമോ? SNDP ഏത് വർഷമാണ്? SNDP 1903 ശ്രീനാരായണ ഗുരു. സാധുജന പരിപാലന സംഘം 1907 അയ്യങ്കാളി. സാധുജന പരിപാലന സംഘം 1907 അയ്യങ്കാളി. അരേ സമാജം 1907 പണ്ഡിറ്റ് കറുപ്പൻ. കണ്ടോ, 1907 രണ്ടെണ്ണം വന്നാണ്ടോ. സാധുജന പരിപാലന സംഘം അയ്യങ്കാളി 1907, അരേ സമാജം 1907, പണ്ഡിറ്റ് കറുപ്പൻ. ആരാടെ? യോഗക്ഷേമ സഭ. യോഗക്ഷേമ സഭ VT ഭട്ടതിരിപ്പാട് 1908 അല്ലെ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ആരുടെയാ? 1909 നമ്മുടെ പൊയ്കയിൽ യോഹന്നാൻ അഥവാ കുമാര ഗുരുദേവൻ. അടുപ്പിച്ച് കിടക്കുന്നല്ലേ 7, 8, 9. 7 വന്നത് ഏതൊക്കെയാണ്? സാധുജന പരിപാലന സംഘവും അരയ സമാജവും. 8 ഏതാ? യോഗക്ഷേമ സഭ. 9 ഏതാ? പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ആരുടെയാണ്? പൊയ്കയിൽ യോഹന്നാൻ അഥവാ കുമാര ഗുരുദേവൻ. ഏത് വർഷമാ? 1909. NSS ആരുടെയാ? NSS 1914 മന്നത്ത് പത്മനാഭൻ. സഹോദര സംഘം ആരുടെയാ? സഹോദര സംഘം 1917 സഹോദരൻ അയ്യപ്പൻ. വാക്പടാനന്ദന്റെ ഏതാ? വാക്പടാനന്ദന്റെ ആത്മവിദ്യാസംഘം 1917. ഉണ്ടോ? 17 രണ്ടെണ്ണം വന്നുണ്ടോ. സഹോദരൻ അയ്യപ്പന്റെ സഹോദര സംഘവും വാക്പടാനന്ദന്റെ ആത്മവിദ്യാസംഘവും 1917. ജാതി നാശിനി സഭ ആരുടെയാണെന്നറിയാമോ? ആനന്ദ തീർത്ഥൻ. 1933 പോവുക കേട്ടോ. ആനന്ദ തീർത്ഥന്റെയാണ് ജാതി നാശിനി സഭ. അപ്പൊ വൈകുണ്ഠ സ്വാമികളുടെ ഏതാണ്? 1836 സമത്വ സമാജം. ഓക്കെ, സമത്വ സമാജം ഓർത്തു വെച്ചിരിക്കണേ. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം അദ്ദേഹത്തിന്റെ ആയിരുന്നു. അടുത്ത ഓക്കെ, കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേത കേന്ദ്രം ഏത്? എറണാകുളം തട്ടേക്കാടാണ്. കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേത കേന്ദ്രം ഏതാണ്? എറണാകുളം തട്ടേക്കാട്. ഏറ്റവും ചെറുത് ഏതാണ്? എറണാകുളത്തെ മംഗളവനം തന്നെയാണ്. വലുതും ചെറുതും എറണാകുളം ജില്ലയിലാണ് അല്ലെ. എറണാകുളം തട്ടേക്കാട് സലീം അലിയുടെ പേരിലല്ലേ ആണ്. ഏറ്റവും ചെറുത് ഏതാണ്? എറണാകുളം മംഗളവനമാണ്. എന്താ മംഗളവനത്തിന്? നല്ലൊരു ചോദ്യം. നമ്മുടെ ഹൈക്കോടതിയുടെ തൊട്ടടുത്തായിട്ടുള്ള കേരളത്തിലെ വന്യജീവി സങ്കേത കേന്ദ്രം മംഗളവനം. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് മംഗളവനം. പിന്നെന്താ ഇത് പറയാം, ഒരു നഗര ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേത കേന്ദ്രവും മംഗളവനമാണ് അല്ലെ. അപ്പൊ ഏതൊക്കെ പറഞ്ഞാടെ? മംഗളവനത്തിന് കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് മംഗളവനമാണ്. ഒരു നഗര ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേത കേന്ദ്രം മംഗളവനമാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേത കേന്ദ്രം അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേത കേന്ദ്രം മംഗളവനമാണ്. ഹൈക്കോടതിയുടെ തൊട്ടടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേത കേന്ദ്രം ഏതാണ്? മംഗളവനം. ഏത് ജില്ലയിലാണ്? എറണാകുളം ജില്ലയിലാണ് അല്ലെ. ഞാൻ പക്ഷി സങ്കേത കേന്ദ്രങ്ങൾ 2-3 ഇമ്പോർട്ടന്റ് ചോദിച്ചോട്ടെ. ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേത കേന്ദ്രം ഏതാണ്? ദേശാടന പക്ഷികളുടെ പറുദീസ കടലുണ്ടി പക്ഷി സങ്കേത കേന്ദ്രം അല്ലെ. കടലുണ്ടി പക്ഷി സങ്കേത കേന്ദ്രം മലപ്പുറത്താണ്. പലരും കോഴിക്കോട് എന്ന് പറഞ്ഞോളെ. അപ്പൊ ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്നത് ഏതാണ്? കടലുണ്ടി. ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത് ഏതാണ്? ബേക്കേഴ്സ് എസ്റ്റേറ്റ് കുമരകം. കുമരകം പക്ഷി സങ്കേത കേന്ദ്രം കോട്ടയം ജില്ലയിൽ. അപ്പൊ ബേക്കേഴ്സ് എസ്റ്റേറ്റ് കുമരകം. ദേശാടന പക്ഷികളുടെ പറുദീസ എന്ന് പറയുന്നത് ഏതാണ്? കടലുണ്ടി. മയിൽ വളർത്തൽ കേന്ദ്രം ഏതാണ്? മയിൽ വളർത്തൽ കേന്ദ്രം ചുലനൂർ പാലക്കാട് ജില്ലയിലാണ്. മയിൽ വളർത്തൽ കേന്ദ്രം ഏതാണ്?
ചുലനൂർ. അരിപ്പ പക്ഷി സങ്കേത കേന്ദ്രം തിരുവനന്തപുരത്തല്ലേ? ആണ്. അരിപ്പ പക്ഷി സങ്കേത കേന്ദ്രം എവിടെയാണ്? തിരുവനന്തപുരത്താണ്. അപ്പൊ ചുലനൂർ പക്ഷി സങ്കേത കേന്ദ്രത്തിന്റെ പേരറിയാമോ? KK നീലകണ്ഠൻ അല്ലെ? ഇന്ദുചൂടൻ അഥവാ KK നീലകണ്ഠൻ എന്ന് പറയുന്ന കേരളത്തിലെ കേരളത്തിലെ പക്ഷികൾ എന്ന് പറയുന്ന പ്രശസ്ത കൃതി എഴുതിയത് KK നീലകണ്ഠൻ അഥവാ ഇന്ദുചൂടൻ. അദ്ദേഹത്തിന്റെ പേരിലാണ് ചുലനൂർ പക്ഷി സങ്കേത കേന്ദ്രം. കുഞ്ചൻ നമ്പ്യാർ സ്മൃതിവനം സ്ഥിതി ചെയ്യുന്നത് എവിടെ എന്നൊക്കെ ചോദിച്ചാൽ ചുലനൂർ പക്ഷി സങ്കേത കേന്ദ്രത്തിലാണ്. ഓക്കെ, ഓർത്ത് വെക്കുക. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേത കേന്ദ്രം ഏതാണ്? പെരിയാർ വന്യജീവി സങ്കേത കേന്ദ്രം, ഏറ്റവും വലുത്. ഈ 1934 നെല്ലിക്കാമ്പെട്ടി സാങ്ച്വറി എന്നും പറഞ്ഞാണ് പെരിയാർ വന്യജീവി സങ്കേത കേന്ദ്രം തുടങ്ങുന്നത് കേട്ടോ. 34 നെല്ലിക്കാമ്പെട്ടി സാങ്ച്വറി. ചിത്തിര തിരുനാളിന്റെ കാലത്താണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പൊ പെരിയാർ വന്യജീവി സങ്കേത കേന്ദ്രം ഉദ്ഘാടനം ചെയ്ത ചിത്തിര തിരുനാളാണ്. 34ലാണ്. അന്ന് പേരെന്തായിരുന്നത്? നെല്ലിക്കാമ്പെട്ടി സാങ്ച്വറി. മറ്റൊരു പേര് പറഞ്ഞ് നെല്ലിക്കാമ്പെട്ടി സാങ്ച്വറി എന്നും തേക്കടി വന്യജീവി സങ്കേത കേന്ദ്രം എന്ന് അറിയപ്പെടുന്നതും നമ്മുടെ പെരിയാർ വന്യജീവി സങ്കേത കേന്ദ്രം. ഇത് പെരിയാർ വന്യജീവി സങ്കേത കേന്ദ്രമാവുന്നത് 50ലാണ്. അപ്പൊ അതിനു മുമ്പ് ഇത് കേന്ദ്രമായിട്ട് നിൽക്കുന്നതിലും വന്യജീവി സങ്കേത കേന്ദ്രം എന്ന പേരിൽ അറിയപ്പെടുന്നത് 1950ലാണ് പെരിയാർ വന്യജീവി സങ്കേത കേന്ദ്രം. പീരുമേട് താലൂക്കിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പീരുമേട് താലൂക്കിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്, പെരിയാർ വന്യജീവി സങ്കേത കേന്ദ്രം. പിന്നെ ഏറ്റവും കൂടുതൽ ഇന്ത്യയുടെ 10ാമത്തെ കടുവാ സംരക്ഷണ കേന്ദ്രം എന്ന് വിളിക്കുന്നതും പെരിയാർ വന്യജീവി സങ്കേതത്തിലാണ്. ഇന്ത്യയുടെ 10ാമത്തെ കടുവാ സങ്കേത കേന്ദ്രം. അപ്പം കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേത കേന്ദ്രം ഏതാണ്? പെരിയാർ വന്യജീവി സങ്കേത കേന്ദ്രം. കേരളത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ വന്യജീവി സങ്കേത കേന്ദ്രമല്ലേ വയനാട് വന്യജീവി സങ്കേത കേന്ദ്രം. 1973 വന്ന വയനാട് വന്യജീവി സങ്കേത കേന്ദ്രം 2ാമത്തെയാണ്. മറ്റൊരു പേര് പറയട്ടെ, ബേഗൂർ വന്യജീവി സങ്കേത കേന്ദ്രം, മുത്തങ്ങ വന്യജീവി സങ്കേത കേന്ദ്രം. അപ്പൊ വയനാട് വന്യജീവി സങ്കേതത്തിന്റെ മറ്റു പേരുകൾ ഏതൊക്കെയാണ്? ബേഗൂർ വന്യജീവി സങ്കേത കേന്ദ്രം, മുത്തങ്ങ വന്യജീവി സങ്കേത കേന്ദ്രം. നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്യുന്നത്. പറമ്പിക്കുളം വന്യജീവി സങ്കേത കേന്ദ്രം എവിടെ? പാലക്കാട് അല്ലെ? പറമ്പിക്കുളം വന്യജീവി സങ്കേത കേന്ദ്രം എവിടെയാണ്? പാലക്കാട് അല്ലെ? അതിന്റെ ആസ്ഥാനം പാലക്കാട് തൂണക്കടവിലാണ്. പക്ഷേ കേരളത്തിൽ നിന്ന് കയറാൻ പറ്റത്തില്ലടെ. തമിഴ്നാട്ടിലെ പൊള്ളാച്ചി വഴി മാത്രം പ്രവേശന കവാടമുള്ളതാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേത കേന്ദ്രം. നമ്മുടെ ലോകത്തിലെ പരിസ്ഥിതി സംഘടനയായ IUCN ഇറക്കുന്ന ഒരു റെഡ് ഡേറ്റ ബുക്കില്ലേ, റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേത കേന്ദ്രം ഏതാണ്? പറമ്പിക്കുളമാണ്. റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേത കേന്ദ്രം. അതുപോലെ കാട്ടുപോത്തുകളെ സംരക്ഷിക്കുന്ന വന്യജീവി സങ്കേത കേന്ദ്രം ഏതെന്ന് വെച്ചാലും പറമ്പിക്കുളം വന്യജീവി സങ്കേത കേന്ദ്രമാണ്. ഓർത്തു വെച്ചിരിക്കണേ. നെയ്യാർ വന്യജീവി സങ്കേത കേന്ദ്രം എവിടെ? നെയ്യാർ തിരുവനന്തപുരത്ത്. ചിന്നാർ എവിടെ? ചിന്നാർ ഇടുക്കി. ചിമ്മിനി എവിടെ? ചിമ്മിനി തൃശൂർ. ചെന്തുരുണി എവിടെ? ചെന്തുരുണി എവിടെ എന്ന് ചോദിച്ചാൽ കൊല്ലം. ചിന്നാർ ഇടുക്കി, ചിമ്മിനി തൃശൂര്, ചെന്തുരുണി എവിടെയാണ്? കൊല്ലത്താണ് ചെന്തുരുണി വന്യജീവി. റീഡ് തവളകളെ കാണപ്പെടുന്നത് എവിടെയാണ്? അത് മലബാർ വന്യജീവി സങ്കേത കേന്ദ്രം അഥവാ കക്കയം കോഴിക്കോടാണ് കേട്ടോ. നക്ഷത്ര ആമകളെ കാണപ്പെടുന്നതും ചാമ്പൽ മലയെണ്ണാനെ കാണപ്പെടുന്നത് ഒക്കെ എവിടെ? അത് ചിന്നാർ, ഇടുക്കിയിലെ ചിന്നാറിലാണ്. കേരളത്തിന്റെ മഴനിഴൽ പ്രദേശം എന്ന് വിളിക്കുന്നത് ചിന്നാറാണ്. ഓർത്തു വെച്ചിരിക്കുക. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയ പാർക്ക് ഇരവികുളമാണ്. വലുതും ആദ്യത്തതും ഇരവികുളം തന്നെ, 1978 വരുന്നത് കേട്ടോ. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ ദേശീയ പാർക്കും വലിയ ദേശീയ പാർക്കും ഏതാണ്? 78 വന്ന ഇരവികുളം ദേശീയ പാർക്കാണ്. കേരളത്തിലെ ഏറ്റവും ചെറുത് ഏതാണ്? കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ പാർക്ക് പാമ്പാടും ചോല. പാമ്പാടും പാറയല്ല, പാമ്പാടും ചോലയാണ്. അതും ഇടുക്കി ജില്ലയിൽ തന്നെയാണ്. പാമ്പാടും ചോല. നമുക്കൊരു പാമ്പാടും പാറയുണ്ടല്ലോ, എന്താ? ഏലം ഗവേഷണ കേന്ദ്രം. കേരളത്തിലെ ഏലം ഗവേഷണ കേന്ദ്രം പാമ്പാടും പാറയാണ്. മയിലാടും പാറ എന്താ? കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം. അപ്പം ഒന്നുകൂടെ, സംസ്ഥാന ഏലം ഗവേഷണ കേന്ദ്രം ഇടുക്കി ജില്ലയിലെ പാമ്പാടും പാറ, കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം, ദേശീയ ഏലം ഗവേഷണ കേന്ദ്രം ഇടുക്കി ജില്ലയിലെ മയിലാടും പാറ. ഓർത്തു വെച്ചിരിക്കണേ. ഇനി ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് 1900 ഇന്ത്യയിൽ വന്ന 3 കമ്മീഷൻ അല്ലേ? സൈമൺ കമ്മീഷൻ, ക്രിപ്സ് മിഷൻ, ക്യാബിനറ്റ് മിഷൻ അല്ലെ? സൈമൺ കമ്മീഷൻ, ക്രിപ്സ് മിഷൻ, ക്യാബിനറ്റ് മിഷൻ. സൈമൺ കമ്മീഷൻ രൂപീകരിച്ചത് 1927ലാണ്. ഇന്ത്യയിൽ എത്തിയത് 28ലാണ്. സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ എത്തിയ വർഷം ചോദിച്ചാൽ 28, രൂപീകരിച്ചത് 27. ഇതിന്റെ തലവൻ ജോൺ സൈമൺ. സൈമൺ കമ്മീഷന്റെ തലവൻ ആരാണ്? ജോൺ സൈമൺ. സൈമൺ കമ്മീഷന്റെ തുടർന്നുണ്ടായ ലാത്തി ചാർജിലല്ലേ, അതിനാണ് പ്രകടനത്തെ തുടർന്നല്ലേ ലാലാ ലജ്പത് റായിയൊക്കെ മരണപ്പെടുന്നത്. ലാലാ ലജ്പത് റായിയുടെ മരണത്തിന് കാരണക്കാരനായ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനല്ലേ സാൻഡേഴ്സന്റെ വധവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന കേസല്ലേ ലാഹോർ ഗൂഢാലോചന കേസ്. ലാഹോർ ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ വ്യക്തികളല്ലേ ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ്, ഇവരൊക്കെ. ഓക്കെ, ഓർമ്മയുണ്ട് എല്ലാവർക്കും അല്ലെ? സൈമൺ കമ്മീഷൻ 27. അടുത്ത ക്രിപ്സ് മിഷൻ വന്നത്
1942 ക്രിപ്സ് മിഷന്റെ തലവൻ സ്റ്റഫോർഡ് ക്രിപ്സ്. ഗാന്ധിജി ഒരു വാചകം പറഞ്ഞിട്ടുണ്ട് ക്രിപ്സ് മിഷനെ കുറിച്ച്, അറിയാമോ? തകരുന്ന ബാങ്കിൽ മാറാൻ നൽകിയ കാലഹരണപ്പെട്ട ചെക്ക്. തകരുന്ന ബാങ്കിൽ മാറാൻ നൽകിയ കാലഹരണപ്പെട്ട ചെക്ക് എന്ന് ക്രിപ്സ് മിഷനെ വിളിച്ചതാരാണ്? അത് സ്റ്റഫോർഡ് ക്രിപ്സ്. എന്നാണ് ക്രിപ്സ് മിഷൻ വന്നത്? 42. ക്വിറ്റ് ഇന്ത്യ സമരവും 42-ലാണ്. കീഴറിയൂർ ബോംബ് കേസ് 42-ലാണ്. ഓർത്തു വെച്ചിരിക്കുക. അടുത്തത് ക്യാബിനറ്റ് മിഷൻ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തരാമെന്ന് പറഞ്ഞു, ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന് ഭരണഘടനയൊക്കെ നിർദ്ദേശിച്ച കമ്മീഷൻ ഏതാണ്? ക്യാബിനറ്റ് മിഷൻ. അത് 1946-ലാണ്. പെദ്വിക് ലോറൻസ്, കേട്ടോ, പെദ്വിക് ലോറൻസ്. അപ്പം ഇന്ത്യയിലെ ക്യാബിനറ്റ് മിഷന്റെ തലവൻ ആരാണ്? പെദ്വിക് ലോറൻസ്. 46-ലാണ് വന്നത്. ഇനി അന്തരീക്ഷ പാളിയിൽ നമ്മുടെ ജെറ്റ് വിമാനങ്ങളൊക്കെ കടന്നു പോകുന്ന അന്തരീക്ഷ പാളി ഏതാണ്? ജെറ്റ് വിമാനങ്ങൾ സ്ട്രാറ്റോസ്ഫിയറിൽ. ഓസോണും സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഓസോൺ പാളി ഏതിലാണ്? സ്ട്രാറ്റോസ്ഫിയർ. ജെറ്റ് വിമാനങ്ങളുടെ സുഗമമായ സഞ്ചാരത്തിനും ഏതാ വേണ്ടേ? സ്ട്രാറ്റോസ്ഫിയർ. മഴ, മഞ്ഞ്, ഹരിതഗൃഹ പ്രഭാവം ഇതൊക്കെ അനുഭവപ്പെടുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. മഴ, മഞ്ഞ്, കാറ്റ്, ഹരിതഗൃഹ പ്രഭാവം ഒക്കെ അനുഭവപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ്? ട്രോപ്പോസ്ഫിയറിലാണ്. നമ്മുടെ ജീവനുള്ള മണ്ഡലം എന്ന് വിളിക്കുന്നത് ട്രോപ്പോസ്ഫിയർ ആണ്. റേഡിയോ പരിപാടികളുടെ ദീർഘദൂര സംരക്ഷണം, വാർത്താവിനിമയ ഉപാധികളുടെ സംരക്ഷണം ഇതൊക്കെ അയണോസ്ഫിയറിലാണ്. ഉൽക്കാവർഷ പ്രദേശം മിസോസ്ഫിയർ. അത് പറയാൻ വിട്ടുപോയി അല്ലെ. ഉൽക്കാവർഷ പ്രദേശം ഏതാണ്? മിസോസ്ഫിയർ ആണ്. അപ്പൊ ഏതൊക്കെയായിരുന്നു പറഞ്ഞത്? ജെറ്റ് വിമാനങ്ങൾ കടന്നു പോകുന്നത് സ്ട്രാറ്റോസ്ഫിയർ. ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് സ്ട്രാറ്റോസ്ഫിയർ. മഴ, മഞ്ഞ്, കാറ്റ്, ജീവനുള്ള മണ്ഡലം, മേഘങ്ങളുടെ രൂപീകരണം, ഹരിതഗൃഹ പ്രഭാവം ഇതൊക്കെ ട്രോപ്പോസ്ഫിയർ അല്ലെ. ഈ ദീർഘദൂര പരിപാടികൾ, റേഡിയോ പരിപാടികൾ, വാർത്താവിനിമയങ്ങളുടെ സംരക്ഷണം ഇതൊക്കെ അയണോസ്ഫിയർ. മറ്റേ ഉൽക്കാവർഷ പ്രദേശം എന്ന് വിളിക്കുന്നത് ഏതാണ്? മിസോസ്ഫിയർ. ഈ വാഹനങ്ങളിൽ ടയറുകളും ചാലുകളും ഒക്കെ കട്ടകൾ, ടയറുകളിൽ ചാലുണ്ട്, കട്ടയുണ്ട്, ഇതൊക്കെ കാരണം കർഷണം കൂട്ടാൻ വേണ്ടിയാ. പലരും കർഷണം കുറയ്ക്കാനല്ല, റോഡും ടയറും തമ്മിലുള്ള കർഷണം കൂട്ടാൻ വേണ്ടിയാ. അപ്പൊ വാഹനങ്ങളുടെ ടയറുകളിൽ ചാലുകളും കട്ടകളും രൂപപ്പെടുത്തുന്നതിന് കാരണം എന്താണ്? കർഷണം കൂട്ടാൻ. വേറൊരെണ്ണം പറയട്ടെ, യന്ത്രങ്ങളിൽ ബോൾ ബെയറിംഗ് ചെയ്യാറില്ലേ? അതും കർഷണം കുറയ്ക്കാൻ വേണ്ടിയാണ്. ബോൾ ബെയറിംഗ് നൽകുന്നത് എന്തിനാണ്? കർഷണം. ഈ മോട്ടോർ വാഹനങ്ങളുടെ മോട്ടോർ വാഹനങ്ങൾ, വിമാനങ്ങൾ തുടങ്ങിയവയുടെ അഗ്രഭാഗങ്ങൾ കൂർത്തിരിക്കുന്നത് കണ്ടിട്ടില്ലേ? അല്ലെങ്കിൽ വണ്ണം കുറച്ച് വരുന്നില്ലേ? അതും കർഷണം കുറയ്ക്കാൻ വേണ്ടിയാണ്. അപ്പൊ കർഷണം കുറയ്ക്കുന്ന രണ്ട് സന്ദർഭങ്ങൾ പറഞ്ഞേ. യന്ത്രങ്ങളിൽ ബോൾ ബെയറിംഗ് ഉപയോഗിക്കുന്നത് കർഷണം കുറയ്ക്കാൻ, മോട്ടോർ വാഹനങ്ങൾ, വിമാനങ്ങൾ എന്നിവ രണ്ടഗ്രങ്ങളിലും വണ്ണം കൂർത്തു വരുന്നതും കർഷണം കുറയ്ക്കാൻ വേണ്ടിയുള്ളതാണ്. കോൺവെക്സ് ലെൻസിന്റെ പ്രതിബിംബം എന്താണെന്ന് അറിയാമോ? കോൺവെക്സ് ലെൻസിന്റെ പ്രതിബിംബം യഥാർത്ഥവും തലകീഴായതും. കോൺകേവ് ലെൻസിന്റെ പ്രതിബിംബമാണ് മിഥ്യയും നിവർന്നതും. കേട്ടോ, മിഥ്യയും നിവർന്നതും. നിങ്ങൾ ഓക്കെ, കോൺവെക്സ് എക്സ് എന്നെഴുതുന്ന നമ്മൾ ഇങ്ങനല്ലേ, നടുക്ക് ഭാഗം കണ്ടോ? നടുക്ക് ഭാഗം കട്ടി കൂടിയിരിക്കുന്നുണ്ടോ? അപ്പൊ മധ്യഭാഗം കട്ടി കൂടിയത് കോൺവെക്സ്. മധ്യഭാഗം കട്ടി കൂടിയതും വാക്കുകൾ കനം കുറഞ്ഞത് വരുന്നത് ഏതാണ്? കോൺവെക്സ്. അപ്പൊ തിരിച്ചു പറ, മധ്യഭാഗം കനം കുറഞ്ഞതും വാക്കുകൾ കനം കൂടിയതുമായിട്ടത് കോൺകേവ്. ഓക്കെ, അപ്പൊ കോൺവെക്സ് ലെൻസിന്റെ പ്രതിബിംബം യഥാർത്ഥവും തലകീഴായതും, കോൺകേവ് ലെൻസിന്റെ പ്രതിബിംബം മിഥ്യയും നിവർന്നതുമായിരിക്കും. ഓർത്തു വെച്ചിരിക്കണേ, മിഥ്യയും നിവർന്നതുമായിരിക്കും. കോൺവെക്സ് ലെൻസിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? മൈക്രോസ്കോപ്പ്, ടെലസ്കോപ്പ്, TV, ക്യാമറ, പ്രൊജക്ടർ ഇതിലെല്ലാം ഉപയോഗിക്കുന്ന കോൺവെക്സ് ലെൻസ് ആണ്. കോൺകേവ് ലെൻസ് എവിടെ ഉപയോഗിക്കുന്നത്? നമ്മളെ വാതിലുകളിലൊക്കെ ഘടിപ്പിക്കുന്ന ഒരു സ്പൈ ഹോൾ ഇല്ലയുടെ, സ്പൈ ഹോൾ വാതിലുകളിൽ, അത് കോൺകേവ് ലെൻസ് ആണ്. മിറർ വേറെ ഉണ്ട്, കോൺകേവ് മിറർ, ഷേവിംഗ് മിറർ എന്നൊക്കെ പറയുന്നത്, അത് വേറെ. ഇത് ലെൻസ്. അപ്പൊ കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും ഓർത്തു വെച്ചിരിക്കുക. അപ്പൊ കോൺവെക്സ് ലെൻസിന്റെ പ്രതിബിംബം യഥാർത്ഥവും തലകീഴായതും, മധ്യഭാഗം കനം കൂടിയതും വാക്കുകൾ കനം കുറഞ്ഞതും. മധ്യഭാഗം കനം കൂടിയതാണ് കോൺവെക്സ്. കനം കുറഞ്ഞത് ഏതാണ്? കനം കുറഞ്ഞത് ഏതെന്ന് ചോദിച്ചാൽ കോൺകേവ് ലെൻസ് ആണ്. ഇനി നല്ലൊരു ക്വസ്റ്റ്യൻ, ഈ ദീർഘദൃഷ്ടി പരിഹരിക്കുന്ന ആളാണ് കോൺവെക്സ്. ദീർഘദൃഷ്ടി കോൺവെക്സ് കണ്ട, ABCD എക്സ് അവസാനമല്ലേ വരൂ. അപ്പൊ ദീർഘദൃഷ്ടി പരിഹരിക്കുന്ന ലെൻസ് കോൺവെക്സ്. ഹ്രസ്വദൃഷ്ടി പരിഹരിക്കുന്നത് കോൺകേവ്. കേട്ടോ, വേറൊരു പേരുണ്ട്. ഹ്രസ്വദൃഷ്ടിക്ക് മയോപ്പിയ എന്നും ദീർഘദൃഷ്ടിക്ക് ഹൈപ്പർമെട്രോപ്പിയ എന്നും പറയാം. കേട്ടോ, ഹൈപ്പർമെട്രോപ്പിയ പരിഹരിക്കുന്നത് ഹൈപ്പർമെട്രോപ്പിയ അഥവാ ദീർഘദൃഷ്ടി പരിഹരിക്കുന്നത് കോൺവെക്സും, ഹ്രസ്വദൃഷ്ടി പരിഹരിക്കുന്നത് ഏതാണ്? കോൺവെക്സും ലെൻസും ആണ്. ഓർത്തു വെച്ചിരിക്കണേ. അപ്പൊ അതിന്റെ ഒരു ജസ്റ്റ് ഒരു റിവിഷൻ നടത്തിയെന്നേ ഉള്ളൂ. ഓക്കെ, മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കുറച്ചു നേരം കൊണ്ട് 1 മണിക്കൂർ കൂടുതലായി കാണാൻ സാധ്യതയുണ്ട്, ടൈം അറിയാൻ വയ്യ. ഓക്കെ, എന്നാൽ കുറച്ച് നല്ല റിവിഷൻ നടത്തി എന്ന് തോന്നുന്നു. കുറച്ച് കാര്യങ്ങളെ പറഞ്ഞോളൂ. സയൻസ് പഠിച്ചു, കുറച്ച് സ്പോർട്സ് പഠിച്ചു, കുറച്ച് നവോത്ഥാനം പറഞ്ഞു.
പറഞ്ഞു വന്നു, കുറച്ച് സയൻസ്, ഹിസ്റ്ററി, കുറച്ച് സയൻസ്. കുഴപ്പമില്ലല്ലോ. നല്ലൊരു റിവിഷനുമായിട്ട് വീണ്ടും വരാം. നിങ്ങൾ നല്ലോണം പഠിക്കുക. എപ്പോഴെങ്കിലും ഫ്രീ കിട്ടുമ്പോൾ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോഴോ ഉറങ്ങാൻ കിടക്കുമ്പോഴോ ബസ്സുകളിലൊക്കെ പോകുമ്പോഴോ ഒക്കെ ചെവിയിൽ കേട്ട് റിവിഷൻ ആക്കിയിരിക്കുക. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒന്നും കൂടെ ഒക്കെ പറഞ്ഞു, ഇനിയും ദിവസങ്ങളുണ്ടല്ലോ, വീണ്ടും വീണ്ടും കൊണ്ടുവരാം. നിങ്ങളുടെയൊക്കെ വിലയേറിയ ഒരു കമന്റുകൾ ഇടുമ്പോൾ നമുക്കും ഒരു സന്തോഷം, അവര് പ്രയോജനപ്പെടുന്നുണ്ടല്ലോ, അത് മാത്രം അത് കണ്ടാണ് നമുക്കും ഒരു സന്തോഷം എന്ന് പറയുന്നത്. ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങളുടെ കൂടെ നിൽക്കുന്നത്, അതൊക്കെ വരണേന്ന് പ്രാർത്ഥിച്ച് തന്നെ പഠിപ്പിക്കുന്നത്. ഇതൊക്കെ വരണേന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടട്ടെ എന്നും പഠിച്ചതൊക്കെ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, നല്ലൊരു റിവിഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾ പോയിരുന്ന് പഠിക്കുക. എല്ലാവിധ ആശംസകളും. വാശിയോടുകൂടി മുന്നോട്ട് പോവുക. ജോലി കിട്ടിയിരിക്കും. ഓക്കെ, അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.